ഉഷാറായിട്ട് തുടങ്ങാം. ഉഷാറല്ല എല്ലാവരും? ഗ്രാഫൊക്കെയാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. നമ്മൾ വളരെ വിശാലമായിട്ട് ആണ് ഗ്രാഫുകൾ കുറെ വരച്ചു, കുറെ പ്രോബ്ലംസ് വരച്ചു. ഈ 2-3 ക്വസ്റ്റ്യൻ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് കംപ്ലീറ്റഡ് ആണ്. അപ്പോ ഇന്ന് കുറച്ച് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് പൗർണമി പ്രദീപ്, പൗർണമി മോളെ, നമ്മള് എന്തായിരുന്നു മോളെ ഈ ചാപ്റ്ററിന്റെ തുടക്കം പഠിച്ചത്? ലീനിയർ ഇനീക്വാലിറ്റീസില് ശ്രദ്ധിക്കപ്പെടേണ്ട വസ്തുതകൾ എന്തൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞു മോളെ. എക്സിന്റെ കോഎഫിഷ്യന്റ് നെഗറ്റീവ് വന്നാൽ അതിന്റെ ഇനീക്വാലിറ്റി ചേഞ്ച് ചെയ്യണം. ഓക്കെ, അതാണ് നമ്മൾ ഒന്നാമത് പഠിച്ചിരിക്കുന്ന വസ്തുത. വെരി ഗുഡ്, വെരി ഗുഡ്, വളരെ ശരിയാണ്. അശ്വന്ത് രണ്ടാമത്തെ പോയിന്റ്, നമ്പർ ലൈൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ. അശ്വന്ത്, നമ്പർ ലൈൻ വരയ്ക്കുമ്പോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ലൈന് ആ ഡോട്ടിനെയും മാർക്ക് ചെയ്യണം. അത് ഷാർപ്പ് ചെയ്യണം അല്ലെ? ഷാർപ്പ് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? ഒന്നും കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്യണം അല്ലെ? ഡാർക്കൻ ചെയ്യണം അല്ലെ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഗ്രാഫ് വരച്ചപ്പോ പഠിച്ചത് ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുന്ന കഥയും ഒറിജിൻ റിജക്റ്റ് ചെയ്യുന്ന കഥയും ഒക്കെയാണ് നമ്മൾ പഠിച്ചത്. ട്രൂ ഫാൾസ് ഒക്കെ നോക്കി ടേബിൾ ഒക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഭംഗിയായി പഠിച്ചു അല്ലെ? പവിത്ര KP, പവിത്ര. അപ്പൊ ഇതുവരെ എല്ലാവർക്കും ഓക്കെ ആണ്. അപ്പൊ എഴുതിക്കോളൂ കേട്ടോ. ഒരു ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആണ്, എക്സാമിനേഷന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഞാൻ ഇനി ഇരിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിയുടെ ചാപ്റ്റർ ആണ്. കാരണം ഇപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു, സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു, തേർഡ് ചാപ്റ്റർ എടുക്കാതെ നമ്മൾ കോംപ്ലക്സ് നമ്പറിലേക്കും ലീനിയർ ഇനീക്വാലിറ്റീസിലേക്കും പ്രവേശിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഞാൻ ട്രിഗണോമെട്രി ഫങ്ഷൻസ് ആണ് എടുക്കുന്നത്. CBSE സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞിരുന്നു കുറച്ചും കൂടി അങ്ങനെ ആയിട്ട് എടുക്കാന്ന് വെച്ചിട്ടായിരുന്നു കേട്ടോ. CBSE സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും വേറൊരു ചാപ്റ്റർ കൂടി എടുത്തു തരുന്നതാണ്. നിങ്ങൾക്ക് +1-ന് ടേം 1-ന് ഏതൊക്കെയാണുള്ളത്? സെറ്റ്സ്, പിന്നെ റിലേഷൻസ്, സീക്വൻസസ് ആൻഡ് സീരീസ്, സ്ട്രെയിറ്റ് ലൈൻ, ലിമിറ്റ്സ്, ഇത്തരത്തിലുള്ള ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് ടേം 1-ന് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് അത് അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്കൂളിലെ യാത്ര. അപ്പോൾ നമ്മളും അത് നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യകത ഒന്നുമില്ല. ഇത് ടേം 2-ല് നിങ്ങൾക്കുള്ളതാണ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. അപ്പോ അതിൽ നിരാശപ്പെടേണ്ട, ഞാൻ ഉറപ്പ് നൽകുന്നു. നിങ്ങൾക്ക് ടേം 1-ലെ ചാപ്റ്ററുകൾ മനോഹരമായിട്ട് എടുത്തു തരുമെന്ന് ഉറപ്പ് നൽകുന്നു. ഇപ്പൊ CBSE സ്റ്റുഡൻസ് ആരും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ശ്രദ്ധിക്കാം. നമുക്ക് ഒരു പുതിയ ക്വസ്റ്റ്യനിലേക്ക് പോവാൻ റെഡി അല്ലേ? ജിസ്മി, എല്ലാവരും റെഡി അല്ലേ? പുതിയ കുട്ടികൾ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? പുതുതായിട്ട് ഇന്നലെയൊക്കെ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ടോ മക്കളെ ഇതിനകത്ത്? പേരെന്താ മോന്റെ? എന്താ പേര്? ഓക്കെ. അപ്പൊ മോനെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നാ മതി കേട്ടോ. ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഞാൻ പറയുന്നൊക്കെ ഒന്ന് കേട്ടിരുന്നാ മതി കേട്ടോ മോനെ. ശ്രദ്ധിക്കാം. പിന്നെ അപ്പൊ മോനെ വൈകുന്നേരത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഇന്നലെ വൈകുന്നേരം ഒരു ക്ലാസ് ഉണ്ടായിരുന്നല്ലോ, കെമിസ്ട്രി ക്ലാസ്സിലുണ്ടായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കാം കേട്ടോ, ശ്രദ്ധിക്കാം. എഴുതിപ്പോ മക്കളെ, ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത്. ഈ ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് എന്താ സംഭവം ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ അത് കാണുമ്പോൾ തന്നെ കൂൾ ഓഫ് ടൈം എന്ന് പറഞ്ഞൊരു സംഭവം, അതിൽ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പായണം, ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ, ഇത് ഞാൻ എന്തായാലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നല്ല ഉറപ്പുണ്ടാവും. ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല. ആ ക്വസ്റ്റ്യനെ നമ്മളൊന്ന് ബഹുമാനിക്കണം, റെസ്പെക്ട് ചെയ്യണം. അപ്പൊ നോട്ട്ബുക്കിന്റെ സൈഡില് 2 സ്റ്റാർ അല്ലെ? പോലീസുകാർക്കൊക്കെ അല്ലെങ്കിൽ എയർഫോഴ്സ്, നേവി ഒക്കെ അവിടെ സ്റ്റാറുകൾ തന്നെ കാണാം. എന്ന് പറഞ്ഞ പോലെ തന്നെ 2 സ്റ്റാർ ഇട്ട് നമുക്ക് ഈ ചോദ്യത്തെ ഒന്ന് ബഹുമാനിച്ചേക്കാം. 2 സ്റ്റാർ ഇട്ടോ. അപ്പൊ x + 2y
ഇനി വിശദമായിട്ട് എപ്പോഴും ഗ്രാഫ് വരയ്ക്കുക, ഗ്രാഫ് സോൾവ് ദ ഫോളോയിങ് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. എക്സ് പ്ലസ് 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10, എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് പ്ലസ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ഇയാൾ വന്നത് കൊണ്ടാണ് ഇവിടെയാണ് നമ്മുടെ കണക്കിന്റെ ട്വിസ്റ്റ് കിടക്കുന്നത്. എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മളുടെ പ്രോബ്ലത്തിന്റെ ട്വിസ്റ്റും. അത് തന്നെയാണ് ഇത് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ട് പരീക്ഷാ സമയത്ത് മുൻപന്തിയിൽ ആക്കിയ ക്വസ്റ്റ്യനിലെ ബിഗ് ട്വിസ്റ്റ് ഉള്ള ആളാണ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പൊ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ടേബിളൊക്കെ വരച്ച് നിങ്ങൾ ഉഷാറായിക്കോളൂ, എന്നിട്ട് നമുക്ക് വരാം, ചോദിച്ചു വരാം. സാധാരണ ചെയ്യാറുള്ള പോലെ ചെയ്തു തുടങ്ങിക്കോളൂ. x plus 2y less than or equal to 10, x plus y greater than or equal to 1, x minus y less than or equal to 0, x greater than or equal to 0, y greater than or equal to 0. സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ ടേബിളൊക്കെ വരച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവാ. അനുലക്ഷ്മി മണികണ്ഠൻ പറയും. അനുലക്ഷ്മി മണികണ്ഠൻ ടേബിൾ x plus 2y equal to 10. മക്കൾ വരച്ചോണ്ട് ഞാനിങ്ങനെ ഓരോരുത്തരോട് ചോദിച്ച് വരാം. അനുലക്ഷ്മി മണികണ്ഠൻ ഉത്തരം നൽകാം. ടേബിളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത്. അനുലക്ഷ്മി എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 5 കൊടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ഉത്തരം? വൈക്ക് 5. വെരി ഗുഡ്. പിന്നെ അടുത്തത് വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സിന് 10 കിട്ടും. നടത്തി അപ്പോൾ കിട്ടുന്നത് 10 എന്നാണ് കിട്ടുന്നത്. ഓക്കെ. ഈ ഉത്തരവുമായി മുന്നോട്ട് പോകാൻ റെഡിയാണോ അവന്തിക? യെസ് എന്നാണ് അവന്തിക പറഞ്ഞിരിക്കുന്നത്. Then x plus y equal to 1. X plus y equal to 1. X plus y equal to 1. xy. ഇതം പ്രദീപ്. ഇത് കൃഷ്ണ പ്രദീപ്. Yes, sir. പറയൂ. x0 y1. y0 x1. ഓക്കെ. ഇതുമായി മുന്നോട്ട് പോകാൻ റെഡിയാണോ ജിസ്മി? ഇതുമായി മുന്നോട്ട് പോകാൻ റെഡിയാണോ? ഓക്കെ ആണോ ഈ കുട്ടികളൊക്കെ പറയുന്നത് ജിസ്മിയുടെ അഭിപ്രായത്തില്? ജിസ്മി ഓക്കെ അടിച്ചു. ഓക്കെയാണ്. വൈഫൈ ഉള്ള ആൾക്കാര് വീഡിയോ ഓൺ ആക്കിയാൽ സന്തോഷമായിരിക്കും കേട്ടോ. വൈഫൈ ഉള്ള കുട്ടികള് ഡാറ്റ പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിൽ വീഡിയോ ഓൺ ആക്കിയാൽ വളരെയധികം സന്തോഷം. ജിസ്മി ഓക്കെ ആണെന്ന് പറഞ്ഞു. വസുദേവിന്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഓക്കെ ആണോ വസുദേവ്? യെസ് എന്നാണ് പറയുന്നത്. അടുത്ത എക്സ് മൈനസ് വൈ ഈക്വൽ ടു 0. ആ ട്വിസ്റ്റിന്റെ ട്വിസ്റ്റ്. x minus y equal to 0 becomes x equal to y. x equal to y എന്ന് എഴുതാം. x equal to y എന്ന് എഴുതുമ്പോൾ അശ്വന്തിലേക്ക് കടക്കാം. അശ്വന്ത് പറയുന്നത് x equal to y -1 അല്ലേ? എന്താ -1? അല്ലാതെ വേറെ കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ച്. x equal to y എന്നുള്ള മനോഹരമായ ഒരു ഉത്തരമാണ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നത്. മോന് തന്നിരിക്കുന്ന x equal to y എന്നാണ്. അപ്പോ മോൻ പറഞ്ഞതൊക്കെ ഒരു പക്ഷെ ശരിയായിരിക്കാം. കുറച്ചും കൂടി മീറ്റാക്കാവുന്ന ഒരു അഭിപ്രായം പറഞ്ഞു. അതൊക്കെ ശരിയാ. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മോനെ, x equal to y ഇങ്ങനത്തെ ഒരു ഗ്രാഫ് കിട്ടിയാലേ x minus y less than or equal to 0, x minus y equal to 0, x equal to y മനസ്സിൽ പറഞ്ഞു പഠിക്കുക. x equal to y എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് എക്സിന് 0 കൊടുത്താൽ വൈക്ക് 0. പാസസ് ടു ദി ഒറിജിൻ ആക്കണം. നമ്മളെപ്പോഴും നമ്മളുടെ ഡ്യൂട്ടിയാണ് പാസസ് ടു ദി ഒറിജിൻ ആക്കുക എന്നുള്ളത്. അങ്ങനെ ആക്കണമെന്നില്ല, പക്ഷെ ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നതാണ് നമുക്ക് കുറച്ചുകൂടി നല്ലത്. x equal to y എന്ന് പറയുമ്പോൾ പാസസ് ടു ദി ഒറിജിൻ അല്ലെ? പാസസ് ടു ദി ഒറിജിൻ. x equal to y 0 0 അല്ലെ? 0 0.
ഞാൻ എക്സിന് 2 ഇട്ടാൽ വൈക്കും 2 ആയിരിക്കും. എക്സിന് 3 ഇട്ടാൽ എന്തായിരിക്കും? എക്സിന് 3 ഇട്ടാൽ വൈക്കും എന്തുതന്നെയായിരിക്കും? വൈക്കും 3 ആയിരിക്കും. അപ്പൊ എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സിന് 0യും വൈക്ക് 0യും നമ്മൾ നൽകുന്നതാണ് കൂടുതൽ ഉത്തമം. എക്സ് ഈക്വൽ ടു 0, വൈ ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 5, വൈ ഈക്വൽ ടു 5. അപ്പോ ഇതാണ് നമുക്ക് കിട്ടുന്ന 3 ബോക്സുകള്. അത് നമ്മൾ കൃത്യമായിട്ട് എഴുതണം. അഭിനവ് AM. അപ്പൊ നമ്മൾ എക്സ് ഈക്വൽ ടു വൈ ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. എക്സിന് 0 കൊടുക്കുമ്പോൾ വൈക്ക് 0 ആണ് കിട്ടുന്നത്. എക്സിന് 2 കിട്ടുമ്പോൾ വൈക്ക് 2 ആണ് കിട്ടുന്നത്. എക്സിന് 3 ആണെങ്കിൽ വൈക്ക് 3 ആണ്. ആദിദേവ് ടി ജെ യെസ്, ക്ലിയർ ആണ്. അഭിനവ് VM. അഭിനവ് ടി വി. സജില ഫാത്തിമ. Yes, sir. ക്ലിയർ അല്ലേ? Clear ആണ്. ഓക്കെ, ഗ്രാഫ് വരയ്ക്കാം. ശ്രദ്ധിക്കാം, ഗ്രാഫ് വരയ്ക്കാം. നോക്കാം. എക്സ് വൈ, എക്സ് ഡാഷ് വൈ ഡാഷ് 0 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 0 5 ഇതാണ് 0 5 and 10 0 0 5 10 0 ഇങ്ങനെ വന്നു. ഗ്രാഫിനൊക്കെ തന്നെ പേരിടണം അല്ലെ. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10. എക്സ് പ്ലസ് 2y ഈക്വൽ ടു 10. ഇവിടെ വരുന്നത് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 2 എന്നാണ് അവകാശപ്പെടുന്നത്. ട്രൂ ആകുമ്പോൾ ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യും. ഒറിജിൻ പിടിച്ചൊരൊറ്റ വലിയ വരും അല്ലെ. ട്രൂ ആണ് കേസ്. ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യും. എന്തെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ ആരെങ്കിലും? ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യും. ആരെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? പറയാം. ഓക്കെ ആണോ? ഷെയ്ഡ് താഴത്തേക്ക് ഓക്കെ ആണോ മക്കളെ? പറയൂ. ഓക്കെ ആണ്. ഓക്കെ ആണ് എന്ന് പറഞ്ഞു. സന്തോഷം. അടുത്ത x1 വരുന്നു, y1 0. എക്സിന് 0 വരുന്നു, y1. അപ്പൊ ഇങ്ങനെയാണ് ഗ്രാഫ്. അയാൾക്ക് നമ്മൾ പേരിട്ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1. ഇവിടെ വരുന്നു 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഫാൾസ് എന്ന് പറയുമ്പോൾ ഒറിജിന് വേണ്ട, ഫാൾസ് ആണ്, റിജക്റ്റഡ്. ഇവിടെയാണ് താഴത്തേക്ക് വരണം. മുകളിൽ ഒറിജിന് വേണ്ട, ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഒറിജിൻ റിജക്റ്റ് ചെയ്യാണ്. എനിക്ക് വേണ്ട നിങ്ങളെ എന്നാണ് ഒറിജിൻ പറയുന്നത്. ഒറിജിൻ റിജക്റ്റ് എന്ന് കാണിച്ചു. ഇനി നോക്കൂ. 0 0 and 2. 0 0 and 2. 0 0 and 2. 0 0 and 2. X minus y equal to 0. ഇവിടെയാണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്. ഇവിടെയാണ് ഗ്രാഫ്. ഇതിപ്പോ ഒറിജിൻ ആക്സെപ്റ്റ് റിജക്റ്റ് അല്ല, ഒറിജിൻ എവിടേക്ക് ചായും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം ഒറിജിനിലൂടെയാണ് ഇത് കടന്നു പോയിരിക്കുന്നത്. അപ്പൊ ഒറിജിൻ എങ്ങോട്ടാണ് ഷെയ്ഡ് ചെയ്യുക, മുകളിലേക്കാണോ താഴത്തേക്കാണോ എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് നോക്കൂ. ഇവിടെ നമ്മളിപ്പോ എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 becomes എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഇറ്റ് ഈസ് എ ബിഗ് ട്വിസ്റ്റ്. ശ്രദ്ധിക്കാം. വളരെയധികം ഒറിജിൻ ഗ്രാഫ് താഴേക്കാണോ മുകളിലേക്കാണോ എന്ന് നിശ്ചയിക്കപ്പെടേണ്ട വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയം. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഈ എക്സിലെ ഇവിടെയുള്ള ഏതെങ്കിലും പോയിന്റ്സ് നമ്മളൊന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കുക. ഞാൻ എക്സിന് 2 കൊടുത്തു. x
എക്സിന് 2 കൊടുത്തപ്പോൾ വൈക്ക് 0 ആണ്. 2 0. എക്സിന് 3 കൊടുത്താൽ 3 0, 4 0, 5 0, 6 0, 7 0, 8 0, 9 0, 10 0, 11 0, 12 0, 13 0, 14 0. അങ്ങനെ ഒരു യാത്രയാണ് അവിടെ കാണാൻ സാധ്യമാകുന്നത്. ഞാൻ എക്സ് ഇവിടെ 2 0 ജസ്റ്റ് ഇമാജിൻ എനി നമ്പർ ഞാൻ ഇവിടെ 2 ഇമാജിൻ ചെയ്തു. അപ്പൊ ഇവിടെ കാണാൻ സാധിക്കുന്നത് എനിക്ക് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ഫാൾസ് എന്നുള്ള വിഭാഗത്തിലേക്കാണ് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നാളെ മറന്നു പോകാൻ പാടില്ല. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കേസിൽ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറയുന്ന സ്പെഷ്യൽ കേസിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം എക്സിന്റെ ഇവിടെയുള്ള പോയിന്റ്സ് നമ്മൾ സെലക്ടഡ് ആക്കുമ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഫാൾസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് കിട്ടുമ്പോൾ ഒറിജിൻ ഒരു കാരണവശാൽ ഫാൾസ് എന്ന് പറയുമ്പോൾ ഒറിജിൻ ഈ എക്സിന്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് ഈ ഗ്രാഫ് ഷെയ്ഡ് ചെയ്യില്ല. ഫാൾസ് എന്ന് പറഞ്ഞതുകൊണ്ട് അവര് പറയും ഇത് തെറ്റാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ലൈൻ ഇങ്ങോട്ട് ചായില്ല, ഇങ്ങോട്ട് വരാതെ നമ്മൾ എങ്ങോട്ട് പോകും? അങ്ങോട്ട് പോകും. ഫാൾസ് എന്ന് പറഞ്ഞത് അല്ലെ? നമ്മള് ഇപ്പൊ പറയാറുണ്ട്, ടിവിയിലൊക്കെ പറയാറുണ്ട്, ഇന്ന കാറ്റ് വീശും ശ്രീലങ്കൻ ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇപ്പൊ 2 വർഷം മുമ്പൊക്കെ നമ്മൾ പേടിച്ച ദിവസങ്ങളാണത് അല്ലെ? ഓഗസ്റ്റ് മാസം ഇന്നൊക്കെ നമ്മൾ പേടിച്ച് വിറച്ചിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അല്ലെ? 2018 19 മറ്റോ അല്ലെ? ഓർമ്മയുണ്ടാവല്ലോ. ഏത് കൊല്ലാണെന്നും ഓർമ്മയുണ്ട്, ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. എന്ന് പറഞ്ഞ പോലെ കാറ്റിന്റെ ഗതി മാറുന്ന പോലെ തന്നെ അല്ലെ? ഇങ്ങനെ പറയും നമുക്ക് നാളെ ശക്തമായ മഴയാണ്, പ്രളയം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോ നമുക്കത് കേൾക്കുമ്പോൾ ഉള്ളിൽ ആകെ ടെൻഷനായിരുന്നു. ഓ ഇനിയും മഴയാണോ എന്നുള്ളത്. എന്ന് പറയുന്ന പോലെ ഇവിടെ 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന കണ്ടീഷൻ ഫാൾസ് ആണ്. ഫാൾസ് ആണെങ്കിൽ ഇവിടെ നമ്മൾ ഡിസിഷൻ പെൻഡിങ്, ഡിസിഷൻ പാസസ് ടു ദ ഒറിജിൻ. അപ്പോ ഈ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ചായില്ല. ഇങ്ങോട്ട് ചായണമെങ്കിൽ, ഇങ്ങോട്ട് താഴത്തേക്ക് ഷെയ്ഡ് ചെയ്യണമെങ്കിൽ അത് ട്രൂ ആയിരിക്കണം. ഇത് ഫാൾസ് ആണ്. അപ്പൊ നമ്മൾ മുകളിലേക്കാകും. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഈ ക്വാഡ്രന്റിൽ തന്നെ ഷെയ്ഡ് വരണം. അപ്പൊ നമ്മളുടെ ഷെയ്ഡ് ചെയ്യുന്ന 3 പേര് കൂട്ടിമുട്ടുന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിക്കാം. ഇയാൾ ഇങ്ങോട്ട് താഴത്തേക്കാണെന്ന് പറഞ്ഞു, ഇയാൾ മുകളിലേക്കാണെന്ന് പറഞ്ഞു, ഇവിടെയാണ്, ഇയാൾ ഇവിടെയാണ്, ഇയാൾ മുകളിലേക്കാണ്. അപ്പൊ നമുക്ക് ഷെയ്ഡ് ചെയ്യുന്ന ഈ ബോക്സ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ ബോക്സ്. ഇവിടെയാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. കണ്ട, ഈ ഭാഗത്താണ് നിങ്ങളുടെ ഷെയ്ഡിങ് വരാം. വെരി 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 ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ, അത് ഇങ്ങനെ ഒരു ക്ലോസ് കൂടി ഉണ്ട്. ഇതിപ്പോ മനസ്സിലായി. കുറച്ചുകൂടി ആധികാരികമാക്കി മനസ്സിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് പറയുന്നു, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈനെ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈനെ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ അതുവരെ മതി. പക്ഷെ എങ്കിലും ഒരു ആധികാരികതയ്ക്ക് വേണ്ടി പറയുന്നു, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈനെ ഇങ്ങനെ എഴുതാം. വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം കേട്ടോ. ഇത് അങ്ങോട്ട് ഇങ്ങനെ തിരിയുമ്പോൾ ഇനീക്വാലിറ്റി മാറും. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ബിക്കംസ്, അല്ലെങ്കിൽ അത് ഈക്വലന്റ് ആണ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. എന്നിട്ട് വൈയുടെ ഏതെങ്കിലും പോയിന്റ് ഇട്ട് കൊടുത്തു നോക്കിയേ. വൈയുടെ പോയിന്റ് ഇട്ട് കൊടുക്കാണ്. വൈയുടെ പോയിന്റ് ഞാൻ വൈയുടെ ഇവിടെ 5 വരുമ്പോ 0 5 എന്നാണ് പറയാ. 5 സെലക്ടഡ് ആക്കുമ്പോ 0 5 അല്ലെ? വൈ ഒക്കെ നമ്മൾ മാർക്ക് ചെയ്യുന്ന അങ്ങനെയല്ലേ വരിക. ഇവിടെ 5 ആണെങ്കിൽ 0 5 എന്ന് മാർക്ക് ചെയ്യും. അല്ലെങ്കിൽ 4 ആണെങ്കിൽ 0 4 0 3 0 2 എന്നാണ് പറയാ. അപ്പൊ 5 അല്ലെ? 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. എനി നമ്പർ ചൂസ് ചെയ്യാം. 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. കണ്ട, ഈ ഒരു ഗ്രാഫിൽ തന്നെ 2 കണ്ടീഷൻസ് ആണ് പറയുന്നത്. ട്രൂ ആണെങ്കിൽ എന്താണ്? ഇതാണ് നമ്മുടെ ലൈൻ. ട്രൂ ആണെങ്കിൽ അത് എവിടേക്ക് പോകും? ട്രൂ ആണെങ്കിൽ അത് വൈ ആക്സിസിന് അഭിമുഖമായിട്ട് തന്നെയാണ് ഷെയ്ഡിങ് വരിക. ട്രൂ എന്ന് പറയുമ്പോൾ വൈയുടെ കേസാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. വൈയുടെ ആൾക്കാർ ഇവിടെയാണ്. അപ്പൊ ഗ്രാഫ് കണ്ട മുകളിലേക്ക് പോകും. അത് ട്രൂ എന്ന് പറഞ്ഞു അല്ലെ? വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ട്രൂ എന്ന് പറഞ്ഞത് വൈയുടെ ഭാഗത്തേക്ക്, വൈയുടെ മുകളിലേക്കാണ് അതിന്റെ ഷെയ്ഡ് പോവാ. ഇനി ഇത് വേണ്ട എന്നുള്ള ആൾക്കാർക്ക്, ഇങ്ങനെയൊന്നും വേണ്ട എന്നുള്ള ആൾക്കാർക്ക് ഭംഗിയായി ഇത് മാത്രം പഠിച്ചാൽ മതി, ഒരെണ്ണം പഠിച്ചാൽ മതി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ
x less than or equal to y, selected 2 0, 2 less than or equal to 0, false എന്ന് കിട്ടി. ഫാൾസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ എക്സിനെ ബേസ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഫാൾസ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് വരില്ല, ഫാൾസ് ആയതുകൊണ്ട് ഇങ്ങോട്ട് വരില്ല, ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്യില്ല, മുകളിലേക്കാണ് ഫാൾസ് എന്ന് പറഞ്ഞതുകൊണ്ട് മുകളിലേക്കാണ് ഷെയ്ഡ് പോവുക. മനസ്സിലായോ ഇല്ലയോ എന്നൊന്ന് പറയാം. മനസ്സിലായോ? അത് കുട്ടികൾക്ക് ആശയക്കുഴപ്പമുള്ള ഒരു പ്രോബ്ലം ആയതുകൊണ്ടാണ് ഇത്രയും അധികം നേരം ഞാൻ സംസാരിച്ചത്. ക്ലിയർ ആണോ? Yes, sir. Yes, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഒന്ന് ഷെയ്ഡ് ചെയ്യാ, എന്നിട്ട് മനസ്സിരുത്തി അതൊന്ന് വായിച്ചു നോക്കിയ മക്കളെ. മനസ്സിരുത്തി ഒന്ന് വായിച്ചു നോക്കാം. വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, 3 ബോക്സ് ആദ്യം തന്നെ ഫില്ലാക്കണം. x minus y equal to 0 becomes x equal to y. Put x equal to 0, y equal to 0. Put x equal to 2, y equal to 2. x minus y less than or equal to 0 is the very, very valuable inequality. X minus y less than or equal to 0 becomes x less than or equal to y. X less than or equal to y. We have to select 2 0. 2 0 becomes 2 less than or equal to 0. 2 less than or equal to 0 statement is false. Statement is false. Statement is false. False എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഡിസിഷൻ പെൻഡിങ്. Pass through the origin. ഇങ്ങോട്ട് മഴ പെയ്യില്ല, മഴ കാണുന്ന കരുത. ഇങ്ങോട്ട് മഴ പെയ്യില്ല, മഴ മുകളിലേക്ക് തന്നെ പോയിക്കോളും. കാരണം ഇത് ഫാൾസ് ആണ്. ഈ ഭാഗം, ഈ പ്രദേശം ഫാൾസ് ആണ്. ഫാൾസിന്റെ അവിടത്തേക്ക് പിന്നെ ഇനി അങ്ങോട്ട് വരില്ല, എക്സിന്റെ അവിടേക്ക് അവര് വരില്ല. അപ്പൊ അത് ഫാൾസ് ആയതുകൊണ്ട് അത് മുകളിലേക്ക് കയറി പോകും. മറ്റൊരു ക്ലോസ് ആണ് ഞാൻ അവിടെ പറഞ്ഞ് വെട്ടിയിട്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാം. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ becomes y greater than or equal to x. Choose the point 0, 5. y greater than or equal to 0 എന്ന് പറയുന്നത് ഒരു ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് അത് y ആക്സിസിന്റെ അവിടേക്ക് ഷെയ്ഡ് പോകും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതി ഈ ഗ്രാഫ് അവസാനിപ്പിക്കാം. വളരെയധികം ശ്രദ്ധിക്കേണ്ട പ്രോബ്ലം ആണ്. 2 or 3 സ്റ്റാർ നോട്ട്ബുക്കിലിട്ട് ഒരു 3-4 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യേണ്ട പ്രോബ്ലം തന്നെയാണ്. പ്രാക്ടീസിന് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പ്രോബ്ലം തന്നെയാണ്. x plus 2y less than or equal to 10, x plus y greater than or equal to 1, x minus y less than or equal to 0, x greater than or equal to 0, y greater than or equal to 0 എന്ന ഏറ്റവും ഈ NCERT ടെക്സ്റ്റ് ബുക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ബോർഡിൽ ചെയ്തിരിക്കുന്നത്. ക്ലിയർ അല്ലേ? Yes, sir. ഓക്കെ, ഓക്കെ, ഗുഡ്. ഒരു പ്രോബ്ലം തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. Another question. X plus y ചോദ്യം പിടിച്ചോളൂ. x plus y less than or equal to 9, y greater than x, x greater than or equal to 0, x greater than or equal to 0. അവിടെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. y greater than x, ആ ലൈൻ ഡോട്ടഡ് ലൈൻ ആണോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം. ചിന്മയി, y greater than or equal to വന്നിട്ടുണ്ടോ അവിടെ? ഇല്ലല്ലോ, ഇല്ല. അപ്പൊ ഡോട്ടഡ് ലൈൻ അല്ലേ കൊടുക്കേണ്ടത്? ശ്രദ്ധിക്കണം എന്ന് പറയാം കേട്ടോ. ശ്രദ്ധിക്കാം, ഗ്രാഫ് ശരിയാണോ എന്ന് നോക്കാം. x plus y equal to 9, x plus y equal to 9, x plus y equal to 9, x y, x ന് 0, y ക്ക് 9, x ന് 0, y ക്ക് 9, y ക്ക് 0, x ന് 9. y greater than x equal to y equal to x, y equal to x, x y, x ന് 0 കൊടുക്കുക, y ക്ക് 0 കൊടുക്കുക. അത് മസ്റ്റ് ആക്കണം കേട്ടോ. ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ x ന് 5 ആണെങ്കിൽ y ക്കും 5 ആണ്, x ന് 2 ആണെങ്കിൽ y ക്കും എന്തുതന്നെയായിരിക്കും 2 ആയിരിക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. x dash, y dash, y.
0 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 8 0 9 9 0 ഗ്രാഫിന് പേരിടാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 9 എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 9 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 ട്രൂ ആണ് ഒറിജിൻ ആക്സെപ്റ്റ് എന്നത് ഗ്രാഫ് താഴത്തേക്കാണ് ഷെയ്ഡ് 0 0 5 passes through the origin ഇങ്ങനെ passes through the dotted line മാർക്ക് ചെയ്യണേ dotted line നിങ്ങൾ തെറ്റിക്കാനായിട്ട് അവർ തരുന്നതാണ് ഡോട്ടഡ് ലൈൻ വരയ്ക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇവിടെ ഇനീക്വാലിറ്റി ഓർ ഈക്വൽ ടു ഇല്ല y ഗ്രേറ്റർ ദാൻ x എന്നാണ് പറഞ്ഞിരിക്കുന്നത് y ഗ്രേറ്റർ ദാൻ x അപ്പൊ ഞാൻ പോയിന്റ്സ് സെലക്ട് ചെയ്യാണ് ഞാൻ 0 5 എന്ന് എടുത്തു 0 5 y ഗ്രേറ്റർ ദാൻ x അപ്പൊ 5 ഗ്രേറ്റർ ദാൻ 0 ട്രൂ എന്നുള്ള ഒരു ഉത്തരമാണ് നമുക്ക് നൽകിയത് ഇത് ട്രൂ ആയ കാരണം വൈയുടെ ആളുകളെയാണ് ഞാൻ സെലക്ട് ചെയ്തത് ട്രൂ എന്ന് പറയുമ്പോൾ ഇതെന്തായിരിക്കും ഇതിന്റെ ഡിസിഷൻ എന്താണ് ട്രൂ എന്ന് പറയുമ്പോൾ അത് വൈയുടെ ഭാഗത്തേക്കാണ് ചാനലുകളും ഇവിടെയാണ് ഷെയ്ഡ് പോകുന്നത് അവിടേക്കാണ് അത് ഷെയ്ഡ് പോകുന്നത് അത് ട്രൂ എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടിയത് അല്ലെ ട്രൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് കിട്ടിയത് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ഇവിടെയാണ് ഇവിടെ പാസസ് ടു ദ ഒറിജിൻ അപ്പൊ അത് മുകളിലേക്ക് അത് ട്രൂ ആയതുകൊണ്ട് വൈയുടെ ഭാഗത്തേക്ക് തന്നെ അതിന്റെ ഷെയ്ഡിങ് വരും അപ്പൊ യുവർ ഫിസിക്കൽ റീജിയൻ ഈസ് രണ്ടുപേരും കൂട്ടിമുട്ടുന്ന പ്ലേസ് ആണ് നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടുപേരും കൂട്ടിമുട്ടുന്ന പ്ലേസ് എന്ന് പറയുന്നത് ഈ ഭാഗം നമുക്ക് ഷെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇവിടെ ഡോട്ടഡ് ലൈൻ കാണിക്കണം ഡോട്ടഡ് ലൈൻ വരാനുണ്ടായ കാരണം അവിടെ ഓർ ഈക്വൽ ടു എന്നുള്ള സംഭവം വന്നിട്ടില്ല അപ്പൊ ഇവിടെയാണ് ഇതിന്റെ ഷെയ്ഡിങ് ഷെയ്ഡ് ചെയ്യേണ്ടത് ഈ ഭാഗത്താണ് അത് മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇവിടെയാണ് അത് ഷെയ്ഡ് ചെയ്യുക ഇതുപോലെ ഭംഗി എന്ന് പറഞ്ഞാൽ ഞാൻ അളവൊന്നും വരച്ചിട്ടില്ല നിങ്ങൾക്ക് സ്കെയിലൊക്കെ വെച്ച് നല്ല രീതിയിൽ ഇതുപോലെയൊക്കെ ഷെയ്ഡ് ചെയ്യാം ഇങ്ങനെയൊക്കെ ഷെയ്ഡ് ചെയ്യാം ഞാൻ സ്കെയിലൊക്കെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഭംഗിയൊന്നും അത്ര ഉണ്ടാവില്ല കാര്യങ്ങളൊക്കെ അപ്പോ ഇതാണ് നിങ്ങളുടെ ഗ്രാഫ് ഷെയ്ഡ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ഒരു കാരണവശാലും മറന്ന് പോകരുത് കാരണം ഷെയ്ഡ് ചെയ്യുന്നതിനാണ് ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്നത് y ഗ്രേറ്റർ ദാൻ x എന്ന് പറയുമ്പോൾ we have to select 05 അല്ലെങ്കിൽ 04 03 02 01 06 എന്തു വേണമെങ്കിലും നമുക്ക് എടുക്കാം 010 എന്തു വേണമെങ്കിലും എടുക്കാം ട്രൂ ആയതുകൊണ്ട് ആ ഗ്രാഫ് y ആക്സിസിന്റെ അവിടേക്ക് അങ്ങ് ഷെയ്ഡ് ചെരിയും ക്ലിയർ അല്ലേ സർ അവസാന ഭാഗം ഒന്നുകൂടെ പറയോ ഏതാ y ഗ്രേറ്റർ ദാൻ x എന്നുള്ളത് y greater than x we have to select the point 05 എന്ന് പറയുന്ന പോയിന്റ് സെലക്ട് ചെയ്തു ഓക്കെ ക്ലിയർ yes here is 5 greater than 0 true എന്നുള്ളത് ഓക്കെ അല്ലേ 5 greater than 0 true എന്നുള്ളത് ഓക്കെ അല്ലേ yes sir ട്രൂ ആണെങ്കിൽ ഇവിടെയല്ലേ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയല്ലേ നമ്മൾ പോയിന്റ്സ് എടുത്തിരിക്കുന്നത് ട്രൂ എന്നുള്ള സന്ദേശം നമുക്ക് നൽകിയിരിക്കുന്നവര് ട്രൂ ആണ് എന്ന് പറയുമ്പോൾ അത് ഈ ഭാഗത്തേക്കാണ് അതിന്റെ ഷെയ്ഡിങ് വരിക ട്രൂ ആണെങ്കിൽ എവിടേക്കായിരിക്കും വൈയുടെ ആളുകളെയാണ് നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്യുന്നത് 05 അപ്പോ ഈ ഭാഗത്തേക്കാണ് അതിന്റെ ഷെയ്ഡിങ് കാണിക്കുക എന്നുള്ളതാണ് ട്രൂ ആയതുകൊണ്ട് y greater than 0 ട്രൂ എന്ന് പറഞ്ഞിരിക്കുന്നു ട്രൂ ആണെങ്കിൽ അത് ആ വൈയുടെ ഭാഗത്തേക്കാണ് അത് ചാഞ്ഞ് വരിക അതാണ് മനസ്സിലാക്കേണ്ടത് ഫാൾസ് ആണെങ്കിൽ നേരെ താഴത്തേക്ക് പോവായിരുന്നു ഫാൾസ് എന്ന് പറയുകയാണെങ്കിൽ അത് നേരെ താഴത്തേക്ക് പോവായിരുന്നു ഇത് ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുക റിജക്ട് ചെയ്യല്ല ഏത് ഭാഗത്തേക്കാണ് ചാഞ്ഞ് വരിക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ക്ലിയർ yes sir then വരയ്ക്കാം ഒന്ന് വായിച്ചു പറഞ്ഞോളൂ ഈ 5 പകരം വേറെ നമ്പർ കൊടുക്കാൻ പറ്റില്ലേ കൊടുത്തോ ഏത് വേണേലും കൊടുത്തോ
4 കൊടുത്തോ 4 ഗ്രേറ്റർ ദാൻ 0 ട്രൂ അല്ലേ? 3 കൊടുത്തേ 3 ഗ്രേറ്റർ ദാൻ 0 ട്രൂ അല്ലേ? 1 കൊടുത്തേ 1 ഗ്രേറ്റർ ദാൻ 0 ട്രൂ അല്ലേ? 10 ഗ്രേറ്റർ ദാൻ 0 ട്രൂ അല്ലേ? 100 ഗ്രേറ്റർ ദാൻ 0 ട്രൂ അല്ലേ? എല്ലാം ട്രൂ അടിച്ചു വരും. അതുകൊണ്ടാണ് ആ ട്രൂ എന്ന് പറയുന്നതുകൊണ്ടാണ് ആ വൈ ആക്സിസിന്റെ അവിടേക്ക് ചാഞ്ഞു വരുന്നത്. ഓക്കെ സാറ് ഏത് വേണമെങ്കിലും കൊടുക്കാം, പറഞ്ഞു. സാറേ ഈ 0.5 പകരം 50 എന്ന് കൊടുക്കാൻ പറ്റുമോ? 0.5 എന്ന് പറയുമ്പോ അതെന്താണ്? അപ്പൊ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. 50 എടുക്കാൻ പറ്റും, നോ പ്രോബ്ലം. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നോക്കൂ. 50 സ്റ്റേറ്റ്മെന്റ് നോക്കൂ. 0 ഗ്രേറ്റർ ദാൻ 5. അത് ശരിയാണോ? അല്ല. അപ്പൊ നോക്കൂ, അവിടെ y ഗ്രേറ്റർ ദാൻ എക്സ്, y ഗ്രേറ്റർ ദാൻ എക്സ്, y ഗ്രേറ്റർ ദാൻ എക്സ്. ഏത് പോയിന്റ് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ച മോനെ? ഏത് പോയിന്റ് ചോദിച്ചേ? 0.5 അല്ലേ? 0.5 പകരം 50 കൊടുക്കാൻ പറ്റില്ലേ? ഏതാ? 0.5 പകരം 50 എന്ന് കൊടുക്കാൻ പറ്റില്ലേ? 50 എന്ന് പറയുമ്പോൾ 50. അപ്പോ 0 ഗ്രേറ്റർ ദാൻ 5 എന്ന് കിട്ടും. വൈക്ക് 0യും എക്സിന് 5 എന്ന് കിട്ടും. 0 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്നത് ട്രൂ ആണോ ഫാൾസ് ആണോ മോനെ? 0 ഗ്രേറ്റർ ദാൻ 5 ട്രൂ ഓർ ഫാൾസ്? ഫാൾസ്. 50 സെലക്ട് ചെയ്തിരിക്കുന്നത് എക്സ് ആക്സിസിലാണ് 5 വന്നിരിക്കുന്നത് അല്ലേ? അല്ലേ? അപ്പോ ഫാൾസ് എന്ന് പറയുമ്പോ ഇത് ഫാൾസ് എന്നാണ് കിട്ടിയത്. അപ്പൊ ഈ ഗ്രാഫ് എക്സ് ആക്സിസിലേക്ക് ഷെയ്ഡ് ചെയ്യുമോ? മോനെ സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കിട്ടിയിരിക്കുന്ന y ഗ്രേറ്റർ ദാൻ എക്സ് 0 ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഫാൾസ് ആയി. ചോദ്യം ചോദിച്ചിട്ട് പിന്നെ മറുപടി തരാതിരിക്കല്ലേ. എന്നിലേക്ക് തിരിച്ചു വരൂ രാജകൃഷ്ണ. ഞാൻ ഇവിടെ ഉണ്ട് സാറേ, ഞാൻ കേൾക്കുന്നുണ്ട്. ഫാൾസ് എന്ന് കിട്ടി. 0 ഗ്രേറ്റർ ദാൻ 5 ഫാൾസ് അല്ലേ? ഫാൾസ് ആവുമ്പോ പിന്നെ അത് എക്സ് ആക്സിസിലേക്ക് ചായില്ല, അത് എവിടേക്ക് പോവും? റിജക്ട് ചെയ്യും. അപ്പൊ അങ്ങോട്ട് തന്നെ വരൂല്ലേ തിരിച്ച്? വരിക ഗ്രാഫ് എല്ലാം ഇങ്ങോട്ട് തന്നെ വരിക. ഇവിടെ ഇത് ഫാൾസ് എന്ന് കിട്ടി. ഇത് ഫാൾസ് എന്ന് കിട്ടി. ഫാൾസ് എന്ന് പറയുമ്പോ പിന്നെ അതെന്താ? എക്സ് ആക്സിസിന് അഭിമുഖമാവുമോ? ഇല്ല, എക്സ് ആക്സിസിലേക്ക് ചായില്ല. ആ സ്റ്റേറ്റ്മെന്റ് അവിടെ ഫാൾസ് എന്ന് കിട്ടി. അതുകൊണ്ടാണ് നമ്മള് ഗ്രാഫ് ഏത് വേണമെങ്കിലും ഇതിലെ എക്സിനെ ബേസ് ചെയ്തിട്ടും വൈനെ ബേസ് ചെയ്തിട്ടും ഏതെടുത്താലും നമുക്ക് ഒന്ന് തന്നെയാണ് ഷെയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതായത് ഇങ്ങനെയാണ് ഒരു ലൈൻ വന്നിരിക്കുന്നത്. ഒറിജിനിലൂടെ ആ ലൈൻ വന്നു പോയത് കൊണ്ട് ചായ്വാണ്. എക്സിലേക്ക് ഷെയ്ഡ് ചെയ്യണോ വൈഡ ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണോ എന്നുള്ള ഡിസിഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോ ഫാൾസ് എന്നുള്ള ഒരു സംഭവം നമുക്ക് കിട്ടിയാൽ, ഇപ്പൊ എക്സ് ആക്സിസിലെ കുറച്ച് പോയിന്റ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസിലെ കുറച്ച് പോയിന്റ്സ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നു. എക്സ് ആക്സിസിലെ കുറച്ച് പോയിന്റ്സ് 50, 60, 10 കൊടുത്തിട്ട് അത് ഫാൾസ് എന്ന് കിട്ടുകയാണെങ്കിൽ അത് എക്സ് ആക്സിസിലേക്ക് ഇങ്ങനെ വരില്ല, എക്സ് ആക്സിസിലേക്ക് ഷെയ്ഡ് ചെയ്യില്ല. ട്രൂ എന്നുള്ള സ്റ്റേറ്റ്മെന്റ് സന്ദേശം, ട്രൂ എന്നുള്ള മെസ്സേജ് വന്നാൽ മാത്രമേ അത് എക്സ് ആക്സിസിലേക്ക് ചാഞ്ഞു വരികയുള്ളൂ. ഇനി നമ്മൾ തിരഞ്ഞെടുക്കുന്നത് വൈയിലെ കുറച്ച് ആൾക്കാരെയാണെങ്കിൽ ആ മെസ്സേജ് ട്രൂ ആണെങ്കിൽ അത് വൈയുടെ ഭാഗത്തേക്ക് വരും, ഫാൾസ് ആണെങ്കിൽ അവർ താഴത്തേക്ക് വരും. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ക്ലിയർ ആണോ രാജകൃഷ്ണ? ക്ലിയർ ആയി സാർ. ഓക്കെ. മറ്റു കുട്ടികൾ ശ്രദ്ധിക്കുക. ആരോൺ ആന്റണി, അഭിനന്ദന, അഭിനവ് എ, ക്ലിയർ ആണോ? അഭിനവ് എ എം? അതെ സാർ, ക്ലിയർ ആണ്. അഭിനവ് ടി വി, ആദിദേവ് ടി ജെ? യെസ് സാർ, ക്ലിയർ ആണ്. അതിഷ വി ജോഷി? യെസ് സർ, ക്ലിയർ ആണ്. ആദിത്യ നേസ്? യെസ് സർ, ക്ലിയർ. അഫ്രീൻ ഹിഷാം? അഗ്നിവേഷ്? ഐഷ? ക്ലിയർ ആണ്. ഐഷ? ക്ലിയർ ആണ്. ഐഷ ക്ലാസ്സിൽ കയറാൻ ലേറ്റ് ആയിരുന്നോ ഇന്ന്?
38 കയറിയോ? എന്താ പറ്റിയ 38 കയറിയേ? എന്താ കാരണം? ഐഷ ഉറങ്ങിപ്പോയി. ആണോ? അപ്പൊ ഇന്നലെ എത്ര മണിക്കാ ഉറങ്ങിയേ? ഇന്നലെ 9:30 കഴിഞ്ഞപ്പോ ഉറങ്ങി. തലവേദനയായിരുന്നു. കണ്ണുവേദന. ഐഷ സ്റ്റേറ്റ് ആണോ CBSE സ്കൂളിലാണോ പഠിക്കാൻ പോകുന്നത്? CBSE. CBSE. ഓക്കെ, ചോദിച്ചതാണ്. അപ്പൊ ഓക്കെ. അപ്പൊ ഇന്ന് രാവിലെ എന്താ കഴിച്ച? ബ്രെഡും തേനും ആണോ? എല്ലാം ബ്രെഡും പിന്നെ ന്യൂട്ടല്ല. ഓക്കെ ഓക്കെ. അതൊക്കെ കഴിച്ച് തകർത്ത വന്നേക്കണല്ലേ. ഞങ്ങൾ ആരും ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അൽഫിദ ക്ലിയർ ആണ്. അംന സിറാജ്. ഐഷ മ്യൂട്ടാക്കിക്കോളൂ. ഐഷ മ്യൂട്ടാക്കിക്കോളൂ. ഐഷ. അംന സിറാജ്. അനഘ PS. Yes, sir. M ജലീൽ. അനീന വി. ഏഞ്ചൽ സ്റ്റീഫൻ. അനുഗ്രഹ സഞ്ജയ്. അനുലക്ഷ്മി മണികണ്ഠൻ. അനുരാഗ്. അർച്ചന EA. അരുണിമ KK. അരുണിമ KS. ആഷ്ലിൻ AB റോയ്. അശ്വന്ത് വേണു. അശ്വിൻ ബിജു. ആദിന ഷിബു. അവന്തിക പ്രമോദ്. ഐഷ AS. അഭയ് കൃഷ്ണ. ഭദ്ര PB. ചിന്മയി VS. ചിന്മയി ഉഷാറാവോ? ആണോ? പൂക്കളൊക്കെ ഇട്ടാ ചിന്മയി? ഇന്ന് പൂക്കിടാൻ പറ്റില്ല. ഓക്കെ. ദേവിക വിനോദ്. ദിയ TB. ഓക്കെയാണ്. ഇതൾ പ്രദീപ്. ഓക്കെ ദിയ. ഇതൾ പ്രദീപ്. ഫാരിസ് നിഷാദ്. ഹജാര ഷാഹിദ്. ഹരിത രതീഷ്. ഹസ്ന അൻവർ. ജയശങ്കർ മേനോൻ. ഫിബി. ജിസ്മി. ജിയന്ന PJ. അനിൽ. കൃഷ്ണ പ്രദീപ്. കൃഷ്ണ സുനിൽ. ലക്ഷ്മി. അഭിഷേക്. മരിയ ജെയിംസ് ലേറ്റ് ആയിരുന്നല്ലോ. ക്ലാസ്സിൽ കയറാൻ ലേറ്റ് ആയിരുന്നല്ലോ മരിയ. എന്താ മോളെ? കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. ലാപ്ടോപ്പ് ഓൺ ആവാൻ കുറച്ച് വൈകി. ഓക്കെ നോ പ്രോബ്ലം. മിനിഹ ഒക്കെ ഓക്കെയാണ്. നവീൻ. നയന ബാബു. നീതു. നിഖിൽ രാജ്. നിഷ റഷീദ്. നിയ M അഷ്റഫ്. പാർത്ഥസാരഥി. പവിത്ര KP. പവിത്ര പ്രസന്നൻ. പൗർണമി പ്രദീപ്. രാജേന്ദ്രൻ. രാജകൃഷ്ണ എന്താ ഉറപ്പിച്ചില്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഇല്ല. ഓക്കെ. റിമിത ഉത്തമൻ. റിസാന റിയാസ്. സഹല സിറാജ്. സജല ഫാത്തിമ. സന ശിവപാർവതി. ശിവാനി മധുസൂദൻ. സിയാന. സുഹാന. വിവേക്. അപ്പോ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി ശിവപാർവതി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കൽ കൂടി ഞാൻ പറയാണ്. ഒരു കുട്ടികൾക്കും ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു അല്ലെ. ഈ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ടിപ്പിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞു അല്ലെ. 2 ചോദ്യങ്ങള് NCERT ടെക്സ്റ്റ് ബുക്കിൽ ടിപ്പിക്കൽ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് പാസസ് ത്രൂ ദ ഒറിജിനൽ ബേസ് തന്നെയാണ്. ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു അല്ലാത്ത ഒറിജിനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
ട്രൂ ആണോ ഫാൾസ് ആണോ, ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ള കാര്യം, ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന കാര്യം. ഇത് ഒറിജിനിലൂടെ കടന്നു പോകുന്നു, ഒറിജിനിലൂടെ കടന്നു പോകുന്നു, ഒറിജിനിലൂടെ കടന്നു പോകുമ്പോ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഒന്നുകിൽ y ആക്സിസിലെ കുറച്ച് പോയിന്റ്സ് സെലക്ടഡ് ആക്കുന്നു. y ആക്സിസിലെ പോയിന്റ്സ്, y ആക്സിസിലെ പോയിന്റ്സ് 0, 5, 0, 6, 0, 7, 0, 8, 0, 9, 0, 10 ഏത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം, ഏത് വാല്യൂ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം. y greater than x, y greater than 0, ട്രൂ എന്നുള്ള സന്ദേശമാണ് നമുക്ക് തരുന്നത്. ട്രൂ 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 എന്ന് പറയുമ്പോൾ നമ്മൾ അത് വൈയുടെ പോയിന്റ് ആണ് സെലക്ട് ചെയ്തെങ്കിൽ അത് വൈനെ അഭിമുഖമായിട്ട് അല്ലെങ്കിൽ വൈ ആക്സിസിലേക്ക് അതിന്റെ ചായ്വ് വൈ ആക്സിസിലേക്ക് അതിങ്ങനെ ഫ്ലെക്സിബിൾ ആയി ചാഞ്ഞു വരും. ഇനി നമ്മൾ ചൂസ് ചെയ്തത് എക്സ്. ഈ കണക്കിൽ തന്നെ എക്സിന്റെ ആളുകളെ എക്സ് ആക്സിസിലെ പോയിന്റ്സ് 0, 5, 0, 5, 0 greater than 5 ഫാൾസ് എന്ന് പറയുന്ന സന്ദേശമാണ് തന്നത്. നമ്മൾ ചൂസ് ചെയ്ത് എക്സിലെ ആൾക്കാരെ ആണെങ്കിൽ, എക്സ് ആക്സിസിലെ ആളുകളെയാണ് എങ്കിൽ നമുക്ക് ഫാൾസ് എന്നുള്ള സന്ദേശം, അല്ലെ, ഫാൾസ് എന്ന് പറയുന്ന സന്ദേശം, ഫാൾസ് എന്ന് പറയുന്ന സന്ദേശം. അപ്പൊ അത് ഫാൾസ് ആയതുകൊണ്ട് എക്സിലേക്ക് അത് ചായില്ല, അത് നേരെ തിരിഞ്ഞു പോകും. കാരണം ഫാൾസ് ആണെങ്കിൽ അത് തിരിഞ്ഞു പോകുള്ളൂ, ട്രൂ ആണെങ്കിൽ മാത്രമേ ആ ആക്സിസിലേക്ക് അത് ചാഞ്ഞു വരുള്ളൂ. ചാഞ്ഞു വരാന്ന് പറഞ്ഞാൽ ആ ഭാഗത്തിന് അഭിമുഖമായിട്ട് അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിനകത്ത് പറഞ്ഞ് പറഞ്ഞ് പഠിക്കണം. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്രാഫുകൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. അതിലുപരിയായി നമ്മൾ വളരെ ലേസി ആയിട്ടിരിക്കുകയാണെങ്കിൽ, പരീക്ഷയ്ക്ക് നമ്മൾ ആ ശ്രദ്ധ മിസ്സാവുകയാണെങ്കിൽ ആ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ പരിശോധിക്കണം. ഡോട്ടഡ് ലൈൻ ആണോ എന്നുള്ളത് നമ്മൾ മനസ്സിനകത്ത് കൊണ്ടുവരണം, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. നമ്മൾ ലൈൻ അങ്ങ് വരച്ചു വെക്കും, അല്ലെ. y ഗ്രേറ്റർ ദാൻ എക്സ്, ഡോട്ടഡ് ലൈൻ വരയ്ക്കണം എന്നുള്ള ബോധവും നമുക്ക് പരീക്ഷാ ഹാളിൽ ഉണ്ടാവണം. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. റെഡി അല്ലേ മക്കളിപ്പോ? കറക്റ്റ് ആയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്രത്യക്ഷത്തിലെ സ്റ്റേറ്റ് സിലബസിന്റെ ലീനിയർ ഇനീക്വാലിറ്റീസിലെ ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു. പ്രത്യക്ഷത്തില് ഇവരുടെ കഴിഞ്ഞു, ശരിക്കും പറഞ്ഞ സ്റ്റേറ്റ് സിലബസിലെ ചോദ്യങ്ങൾ എല്ലാം കഴിഞ്ഞു. എങ്കിലും ഒരു അവയർനെസ് നൽകുന്നതിന്റെ ഭാഗമായി സം സ്പെഷ്യൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. എഴുതാം. സോൾവ് 2 less than or equal to 3x minus 4. 2 less than or equal to 3x minus 4 less than or equal to 5. അശ്വന്ത് റെഡിയാവ ഈ ചോദ്യത്തിന് ആൻസർ തരുവാനായി. അശ്വന്ത് വേണു റെഡിയാവ. ചോദ്യമൊക്കെ ഒന്ന് വായിച്ച് ഒന്ന് ഭംഗിയായി മനസ്സിനകത്ത് കൊണ്ടുവന്ന് നല്ല കുട്ടിയായി ഇതിന്റെ ഉത്തരം പറയാനായിട്ട് റെഡിയാവും. ഓക്കെ ഓക്കെ. അശ്വന്ത് വീഡിയോ ഒക്കെ ഓണാക്കി റെഡി ആയിക്കോളൂ. വീഡിയോ ഒക്കെ ഓണാക്കി റെഡി ആയിക്കോളൂ. പറഞ്ഞോ. 2 less than or equal to 3x minus 4 less than or equal to 5 എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമാണ് അശ്വന്തിന് നൽകിയിരിക്കുന്നത്. അശ്വന്തിന് ഉത്തരത്തിലേക്ക് വരാം. പറഞ്ഞോ. അങ്ങനെ ഇപ്പുറത്തെ സൈഡിന്റെ സൊല്യൂഷൻ സെറ്റ് കണ്ടുപിടിച്ചിട്ട് അങ്ങനെയാണ്. ഓക്കെ 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 ഓക്കെ. വെയിറ്റ് ചെയ്യൂ അശ്വന്ത്, വെയിറ്റ് ചെയ്യൂ. ഐഷ ഉത്തരം പറയാൻ റെഡി ആയിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ഐഷ ഞാൻ പറയാമെന്ന്. എന്നാ ഐഷ പറഞ്ഞോട്ടെ, കുഴപ്പമില്ല. ഐഷ പറഞ്ഞോളൂ. ഐഷ അറിയൂല. ഐഷ പറഞ്ഞോ. റഷില, ഐഷ കിട്ടോ? ഐഷ 2 equal to 3x minus 4 3x minus 4 is equal to 5 എന്നെടുത്തിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാം. ഓക്കെ, ഐഷയുടെ അഭിപ്രായം എങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് തിരിച്ചു വരാം. ആദിദേവ് ടി ജെ സാർ, ഞാനിത് കാണായിരുന്നല്ലോ. ഞാൻ നോക്കട്ടെ, എനിക്ക് കിട്ടണ.
എന്താ ഭക്ഷണം കഴിച്ച? അമ്മ എന്താ ഉണ്ടാക്കി തന്നെ? ദോശയൊക്കെ ഉണ്ടാക്കി തന്നോ? ഒരു ദിവസം വന്നിട്ടുണ്ട്. ഓക്കെ, നീ വിളിച്ചില്ലല്ലോ, വരണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും മിണ്ടിയില്ലല്ലോ ആദിദേവ്. അതിനിപ്പെന്താ? ആയിക്കോട്ടെ, ഒരു ദിവസം വന്നിട്ടുണ്ട്. ഓക്കെ, നോക്കാം. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x മൈനസ് 4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. അഭിനവ് വേഗം ഉത്തരം പറയാനായിട്ട് ഇങ്ങനെ വിമിഷ്ടമായിട്ട് ഇരിക്കുകയാണ് വീഡിയോയിൽ കാണുന്നു, അങ്ങനെയാണ് തോന്നുന്നത്. അഭിനവ് പറഞ്ഞു. സാർ, 3x മൈനസ് 4 ഈക്വൽ ടു 2, 3, 4, 5 ആണോ? ഓക്കെ 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 മോനെ, ഓക്കെ. ഞാൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാലോ, അതിന് കുഴപ്പമില്ലല്ലോ. നമുക്ക് രാജകൃഷ്ണ എന്താണ് തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്? അറിയില്ല സാറ്, ഞാൻ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോ ചോദിച്ചാലും ഉത്തരം പറയുന്ന ഒരു കുട്ടിയാണ് ഈ ക്ലാസ്സിലുള്ള മിൻഹ എന്ന് പറയുന്ന കുട്ടി. മിൻഹ എനിക്ക് മനസ്സിലായിട്ടില്ല. ഓക്കെ 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 ഓക്കെ, നോ പ്രോബ്ലം. ഇത് പുതിയൊരു കണക്കാണ്. ഞാൻ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള സംഭവങ്ങളൊന്ന് മനസ്സിലാക്കാന്നുള്ളൂ. പുതിയൊരു പ്രോബ്ലം ആണ്. ഞാനാണ് പറഞ്ഞു തരേണ്ടത്, ഞാൻ പറഞ്ഞു തരും. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ എന്ന് വെച്ചിട്ടാണ്. നമുക്ക് രണ്ടുപേരും കൂടി ചോദിച്ചിട്ട് നമുക്ക് ഞാൻ പറഞ്ഞുതരാം. പവിത്ര കെ പി. 2 less than or equal to 3 ആണ്. പവിത്ര ആൻസർ പറയാണ് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ചോദ്യം പറഞ്ഞപ്പോ ആൻസർ ആണ് പവിത്ര നൽകിയത്. പവിത്ര പറഞ്ഞ ഉത്തരം 100% ശരിയാണ്. എങ്ങനെയാണ് അത് പവിത്ര കെ പി മനസ്സിലാക്കി വച്ചിരിക്കുന്നത് ഒന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ വലിയ സഹായമായിരിക്കും. പറഞ്ഞോളൂ പവിത്ര. 3x minus 4 less than or equal to 5 ആദ്യം ചെയ്തിട്ട് പിന്നെ അത് 2 less than or equal to 5 ആയിട്ട് ഇത് ചെയ്തു. അങ്ങനെ ചെയ്തു അല്ലെ? ഉത്തരമൊക്കെ കിട്ടി, വെരി ഗുഡ്. ആൻസർ ഒക്കെ കിട്ടി, വളരെ സന്തോഷമാണ്. അപ്പൊ ഞാനിത് അതിവേഗത്തില് പടാന്ന് പറഞ്ഞാൽ ചെയ്തുതരാം. വസുദേവ് ശ്രദ്ധിക്കുന്നുണ്ടോ? വസുദേവ് ശ്രദ്ധിക്കാം. ശരി ഉത്തരമൊക്കെ പറഞ്ഞു. കുറെ കുട്ടികൾ ചെയ്യാണെന്ന് പറഞ്ഞു, കുറെ ആൾക്കാർ ആൻസർ പറഞ്ഞു. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാം എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഞാനിവിടെ ഈ 2 3x മൈനസ് 4 ആണെങ്കിലും ഈ മനുഷ്യന്മാരുടെ പോലെ തന്നെ ഇവര് നമ്പേഴ്സിനെ കണ്ട 3x എന്ന് പറയുമ്പോൾ അവിടെ വേരിയബിളും കൂടി വന്നിട്ടുണ്ട്. -4 നമ്പേഴ്സിനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഗ്രൂപ്പിംഗ് ലൈക്ക് ടൈംസിനോട് ഒരു കൗതുകം. അപ്പൊ ഈ 2 ഇങ്ങോട്ട് ഏന്തി വലിഞ്ഞ് അപ്പുറത്തെ ഇതിലേക്ക് നോക്കാം കേട്ടോ. ഇങ്ങനെ നോക്കി ഏന്തി വലിഞ്ഞ് നോക്കിയപ്പോ 3x മൈനസ് 4 ഒരു -4 കിടക്കുന്നുണ്ട് അല്ലെ? 3x മൈനസ് 4 ഈ 2 ഈ -4 എങ്ങനെ വിളിക്കും? ഒന്ന് വരാൻ പറ്റുമോ? അപ്പൊ പുള്ളി പറയും വരാൻ എനിക്ക് കുഴപ്പമില്ലാന്ന് പറയും. അപ്പൊ പുള്ളി അങ്ങ് വരുമ്പോ 2 + 4 എന്നോ പുള്ളി വരുമ്പോ അവിടെ സൈൻ മാറിയിട്ടേ വരാൻ പാടുന്നുണ്ട്. അത് -4 ചുമ്മാ ഒന്നും വരുന്നില്ല. പുള്ളി വരികയൊക്കെ ചെയ്യും. പക്ഷെ നമ്മള് വേറൊരു ടേബിളിലേക്ക് അല്ലെങ്കിൽ വേറൊരു ആളുകളിലേക്ക് പോവാനാണ്. 2 + 4 3x പിന്നെ അവിടെ -4 ഈ 2 വിളിച്ചു കഴിഞ്ഞപ്പോ 5 പറയാ അയ്യോ നീ എന്റെ അടുത്തേക്ക് വരണം എന്ന്. പുള്ളിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പുള്ളിക്ക് ഈ ഭാഗത്തേക്ക് പോകാൻ ആ ഭാഗത്തേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്. എളുപ്പവഴിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോ 3x പിന്നെ 4 അങ്ങോട്ടും ഇങ്ങോട്ടും പോയി 5 + 4 ഈ -4നെ ഇയാൾ കൊണ്ടുപോയി 2 + 4 5 + 4 2 + 4 6 3x 5 + 4 9. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ x മാത്രമേ വരാൻ പാടുള്ളൂ. ആരാണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ? 3 ആണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം? /3 വെച്ചങ്ങ് ഡിവിഷൻ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ 3 ഇങ്ങോട്ടും വരും അടിയിലേക്ക് വരും അല്ലെ? 3 6/3 6/3 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9/3 9/3 9/3. യുവർ ആൻസർ റെഡി. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്നുള്ള ആൻസറിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ?
ഒന്നുമില്ല, ശ്രദ്ധിക്കാം, ഒന്നുമില്ല. 2 ഈ -4 ഇങ്ങോട്ട് വരുന്നു, +4. -4 ഇവിടേക്കും അവിടേക്കും കൊടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അവകാശവുമുണ്ട്. അപ്പൊ 2 + 4 എന്ന് പറയുന്നത് 6 ആണ്. 6 ≤ 3x ≤ 9. ഇവിടെ എക്സിലേക്ക് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് നമ്മൾ മാറ്റണം എന്ന് നിർബന്ധമുണ്ട്. അപ്പോ ഈ 3 നമ്മൾ ഇവിടേക്ക് കൊടുത്തു. 6/3 2, 9/3 3. Your final answer is 2 ≤ x ≤ 3 എന്ന് പറയുന്ന ഉത്തരത്തിലേക്ക് നിങ്ങൾ എത്തിപ്പെട്ടു. ക്ലിയർ അല്ലേ? ഇതിപ്പോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണേ വല്ല കുഴപ്പമുണ്ടോ? ഏതാ മോളെ? ഇപ്പൊ ഇതിപ്പോ സാറ് ഒരുമിച്ച് ചെയ്യല്ലേ ചെയ്തത്? അതെ. ഇത് സെപ്പറേറ്റ് ആയിട്ട് 3x - 4. കുഴപ്പമില്ല. പക്ഷെ ഇതല്ലേ എളുപ്പം മോളെ, എളുപ്പത്തിലേക്ക് കിടക്കുന്നതല്ലേ എളുപ്പം. ഓക്കെ, മറ്റേപാട് ചെയ്തോളൂ, സെപ്പറേറ്റ് ചെയ്യാം. അടുത്ത ഒരു ചോദ്യം ശ്രദ്ധിക്കാം. സാർ ഇതിൽ ഗ്രാഫ് ഇല്ലേ? ഇത് സോൾവ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സൊല്യൂഷൻ സെറ്റ് എഴുതാനില്ലേ സാറേ? എന്താ സൊല്യൂഷൻ സെറ്റ് എഴുതാറില്ലേ? ഇത് ചുമ്മാ ഇതിൽ സോൾവ് ദ ഇനീക്വാലിറ്റീസ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. സൊല്യൂഷൻ സെറ്റ് എഴുതിക്കോളൂ, കുഴപ്പമില്ല. 2 to 3 അല്ലേ, ക്ലോസ് ഇന്റർവൽ 2 3. സോൾവ് ദ ഇനീക്വാലിറ്റീസ് എന്ന് മാത്രമേയാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇനി നമ്മള് ഈ ലീനിയർ ഇനീക്വാലിറ്റീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ CBSE സ്റ്റുഡൻസിനാണ് ഇനി ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. സ്റ്റേറ്റ് സിലബസിന്റെ ലീനിയർ ഇനീക്വാലിറ്റീസ് കംപ്ലീറ്റഡ് ആണ്. മാക്സിമം പ്രോബ്ലംസ് സ്റ്റേറ്റ് സിലബസിന് വേണ്ടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. മാക്സിമം പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്തിരുന്നത്. ആദ്യം തന്നെ ലീനിയർ ഇനീക്വാലിറ്റീസ് എന്താണെന്ന് നമ്മൾ അവരോട് പറഞ്ഞു അല്ലെ, സ്ലാക്കും സ്ട്രിക്റ്റും പറഞ്ഞു. ദ കോഎഫിഷ്യന്റ് ഓഫ് x is negative, inequality will be changed എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്പർ ലൈൻ വരച്ചു. നമ്പർ ലൈനിൽ ആ സർക്കിളില് ഡോട്ട് ഷാർപ്പൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിനുശേഷം ഗ്രാഫ് നമ്മൾ വരച്ചു. ഗ്രാഫുകൾ നമ്മൾ വരച്ചു. ഗ്രാഫ് നമ്മൾ ഒറിജിൻ ആക്സെപ്റ്റ് ചെയ്യുന്ന കാര്യം, ഒറിജിൻ റിജക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി പറഞ്ഞു. അതിനുശേഷം ഇന്ന് 2 വളരെ വേണ്ടപ്പെട്ട, വളരെ വാല്യുബിൾ ആയിട്ടുള്ള 2 പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ സ്റ്റേറ്റ് സിലബസിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. പക്ഷേ CBSE കുട്ടികൾക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റഡ് ആകണമെങ്കിൽ ഇനിയും 1 മണിക്കൂറിന്റെ ക്ലാസ്സിന്റെ ആവശ്യകതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, കൃത്യമായ ഷെഡ്യൂൾ തയ്യാറാക്കി നിങ്ങളെ കൃത്യമായി തന്നെ നമ്മൾ ക്ലാസ്സുകളിലേക്ക് ക്ഷണിക്കും. അപ്പോൾ ആ സമയത്താണ് ആ കുട്ടികൾ ക്ലാസ്സിൽ കയറേണ്ടത്. അപ്പൊ എഴുതാം, മക്കൾക്ക് എഴുതാം. ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക്, ചാപ്റ്റർ നമ്പർ 3 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ചാപ്റ്റർ 3 ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു. മറ്റു കുട്ടികളും വിഷമിക്കണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടോ. ലിമിറ്റ്സ് ഒക്കെ തീർക്കാനായിട്ട് ഇത്ര വലിയ സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തീരും. അതും ഡെറിവേറ്റീവ്സ് ഇല്ല. ടേം 1 ലിമിറ്റ്സ് മാത്രമേ ഉള്ളൂ. അതൊക്കെ പറഞ്ഞു തരാം. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ്. പറഞ്ഞു. പേജ് വിടണോ? വേണ്ട. അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒന്നും പറഞ്ഞു എഴുതിയാൽ മനസ്സിലായി. സൈഡിലല്ല, വേണ്ട. മിസ്ലീനിയസ് ഒക്കെയാണ് എടുക്കാനുള്ളത്. അത് വേറൊരു റഫ് ബുക്കിൽ എഴുതിയാ പോരെ, വേറൊരു റഫ് ബുക്കിൽ ഒരു നോട്ട് ബുക്ക് മേടിച്ച് എഴുതിയാ പോരെ. ലാസ്റ്റ് ക്ലാസ്സിൽ ഹോംവർക്ക് ഉണ്ടായിരുന്നു, അതിന്റെ ആൻസർ ഒന്ന് പറയൂ. ഏതായിരുന്നു ചോദ്യം? 5 പ്രോബ്ലം ഉണ്ടായി. ഓക്കെ, നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ. ആ 5 പ്രോബ്ലം ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞിട്ടില്ലേ, ആ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഒന്ന് ഇടാൻ പറ്റുമോ? അപ്പൊ ഞാൻ നോക്കി അതിലെ മിസ്റ്റേക്സുകൾ തിരുത്തി തരാം. ഗൂഗിൾ ക്ലാസ് റൂമില് നിങ്ങളുടെ എക്സാംസ് അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഒറ്റ കാര്യം പറയാനുണ്ട്. നമ്മള് എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിലാണ് നിങ്ങൾ ആൻസർ ഷീറ്റ് നിങ്ങൾ നൽകേണ്ടത്. അപ്പൊ പലരും ഫോട്ടോ വിട്ട് വാട്സപ്പിലേക്ക് അയക്കാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ പേപ്പർ വാല്യൂ ചെയ്യാനായിട്ട് നല്ല ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഈ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ ഒന്ന് ഓഫീസുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ കൃത്യമായിട്ട് അവയർനെസ് നൽകും. നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ, ഈ 5 ഹോംവർക്കും ഈ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് ചെയ്യാം. അതിന്റെ ചോദ്യം ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്യണം. അപ്പൊ ആ ചോദ്യം ആദ്യം ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഇട്ടേക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് പോസ്റ്റ് ചെയ്ത നിങ്ങളുടെ, എന്നിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്തതായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ അതിന്റെ ക്വസ്റ്റ്യൻസ് അതിലേക്ക് ഇട്ടുതരാം. അതിനുശേഷം
ഒരു ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾ അതിലേക്ക് ആൻസർ പോസ്റ്റ് ചെയ്താൽ മതി, PDF ആക്കിയിട്ട് പോസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ ഒരു കാരണവശാലും എക്സാമിനേഷന്റെ പേപ്പർ, എക്സാമിനേഷന്റെ എഴുതിയിരിക്കുന്ന പേപ്പർ വാട്സപ്പിൽ അങ്ങനെയൊന്നും അയക്കാതെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോലെ ആ ഗൂഗിൾ ക്ലാസ് റൂമിലേക്ക് പോസ്റ്റ് ചെയ്താൽ പേപ്പർ വാല്യൂ ചെയ്യുന്ന ടീച്ചർമാർക്ക് സുഖമായിരിക്കും. നിങ്ങളുടെ മാർക്കും അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. മാക്സിമം നല്ല വൃത്തിയിൽ എഴുതാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, ട്രിഗണോമെട്രി റെഡിയാക്കാം. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സിലെ ട്രിഗണോമെട്രി ധാരാളം പഠിച്ച ആളുകളാണ് അല്ലെ? ട്രിഗണോമെട്രി ധാരാളം പഠിച്ച ആളുകളാണ് എന്ന് പറഞ്ഞു. ട്രിഗണോമെട്രി ധാരാളം പഠിച്ചിട്ടുണ്ട്, ധാരാളം ട്രിഗണോമെട്രിയുടെ പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട് അല്ലെ? എന്താണ് ട്രിഗണോമെട്രി എന്നൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോ നമുക്ക് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. അതിന്റെ പ്രൂഫ് ഒന്നും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇല്ല. അപ്പൊ എഴുതിക്കോളൂ, ട്രിഗണോമെട്രിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ. ദ വേർഡ് ട്രിഗണോമെട്രി, trigonometry, TRIGONO, the word trigonometry is derived from the ബാക്കി അനുലക്ഷ്മി എവിടെ നിന്നാണ് വന്നേക്കണേ? ഏത് രാജ്യത്തു നിന്നാണ് അനുലക്ഷ്മി? The word trigonometry is derived from the Greek. Very good. Excellent. Greek words. വളരെ നല്ല കാര്യം. Greek words. The word trigonometry is derived from the Greek words trigon and metron. And it means എന്താണ് അതിന്റെ മീനിങ് എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. And it means measuring the sides of a triangle. Measuring the sides of a triangle. The word trigonometry is derived from the Greek words trigon and metron, and it means measuring the sides of a triangle. Measuring the sides of a triangle. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എക്സാമിനേഷന്റെ പേപ്പർ ഗൂഗിൾ ക്ലാസ് റൂമിൽ എഴുതിയിടുന്നു. ഹോംവർക്ക് തന്നിരിക്കുന്ന 5 ക്വസ്റ്റ്യൻ ഞാൻ PDF ആയിട്ട് നിങ്ങൾക്ക് വാട്സപ്പുള്ള ഗ്രൂപ്പുകളിൽ വാട്സപ്പും അല്ലാതെ PDF ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോ മെസ്സേജ് തരുന്നില്ലേ, അതുപോലെ തന്നെ PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. അങ്ങനെയും ചെയ്തുതരാം. അതിന്റെ ആൻസർ, 5 ക്വസ്റ്റ്യൻസിന്റെ ആൻസർ PDF ആയിട്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് നിങ്ങളിലേക്ക് എത്തിക്കും. ശ്രദ്ധിക്കാം. ട്രിഗണോമെട്രിനെ കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് 10ാം ക്ലാസ്സിൽ പഠിച്ച ഒരു അറിവുള്ളത് കൊണ്ട് സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല അല്ലെ? നമുക്കറിയാം there are 6 trigonometric ratios ആണെന്ന് അറിയാം. സ്റ്റേറ്റ് സിലബസുകാര് ഇതിനകത്തുണ്ടോ? സ്റ്റേറ്റ് സിലബസ് വസുദേവ് സൈൻ, കോസ്, ടാൻ, കൊസീക്ക്, സീക്ക്, കോട്ടൊക്കെ പഠിച്ചിട്ടുണ്ടോ? കൊസീക്ക്, സീക്ക്, കോട്ട്, സൈൻ, കോസ്, ടാൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 6 ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ് ഉള്ളത് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. അപ്പൊ ഹെഡിങ് എഴുതുള്ളൂ, ട്രിഗണോമെട്രിക് റേഷ്യോസ്.
trigonometric ratios. ABC. ഇതൊരു 90 ഡിഗ്രി ആണ്. ആംഗിൾ തീറ്റ. ABC ആംഗിൾ തീറ്റ. അപ്പോ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് എല്ലായ്പ്പോഴും ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. ഇത് ഹൈപ്പോട്യൂസ് ആയിരിക്കും. ഇത് അഡ്ജസന്റ് സൈഡ് ആയിരിക്കും. എന്താണോ ആംഗിൾ അയാൾക്ക് ഓപ്പോസിറ്റ് സൈഡും 90ക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്യൂസും റിമൈനിങ് സൈഡ് അഡ്ജസന്റ് സൈഡ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ hypotenuse. Adjacent side by hypotenuse. Tan theta equal to opposite side by adjacent side. Sin theta equal to opposite side by hypotenuse. Cos theta equal to adjacent side by hypotenuse. Tan theta equal to opposite side by adjacent side. In a cosec theta എന്ന് പറഞ്ഞാൽ there are 6 trigonometric ratios. Cosec theta എന്ന് പറഞ്ഞാൽ sin theta-യുടെ reciprocal ആണ്. Hypotenuse divided by opposite side ആണ്. Sec theta എന്ന് പറഞ്ഞാൽ hypotenuse divided by adjacent side ആണ്. Hypotenuse divided by adjacent side. Cot theta ആണ്. Adjacent side by hypotenuse. Adjacent side by opposite side. But there are 6 trigonometric ratios. Sin theta, cos theta, tan theta, cosec theta, sec theta, cot theta. പതൊക്കെ എഴുതിയെടുത്താൽ മതി. സ്റ്റേറ്റ് സിലബസുകാര് ആദ്യമായി കേൾക്കുന്നതാണ്. സൈനിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, റെസിപ്രോക്കൽ ആയിരിക്കും കൊസീക്ക് എന്ന് പറയുന്നത്. കോസിന്റെ ഓപ്പോസിറ്റ് ആണ് സീക്ക് എന്ന് പറയുന്നത്. ടാനിന്റെ ഓപ്പോസിറ്റ് ആണ് കോട്ട് എന്ന് പറയുന്നത്. ടേക്കിംഗ് റെസിപ്രോക്കൽ അല്ലെ. സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. മലയാളം മീഡിയത്തിലെ കുട്ടികൾ എതിർവശം ബൈ കർണം എന്ന് പഠിച്ചിട്ടുണ്ട്. എതിർവശം ബൈ കർണം എന്ന് മലയാളം മീഡിയം പഠിച്ചു. അത് ഇംഗ്ലീഷിലാവുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ആ കർണത്തെയാണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത്. കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സമീപവശം ബൈ കർണം എന്ന് പഠിച്ചിരുന്നു. ടാൻ തീറ്റ എന്ന് പറയുന്നത് എതിർവശം ബൈ സമീപവശം എന്ന് പഠിച്ചിരുന്നു. അപ്പോ സൈൻ തീറ്റ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. Cosec theta equal to hypotenuse by opposite side. Cos theta equal to adjacent side by hypotenuse. Sec theta equal to hypotenuse by adjacent side. Tan theta equal to opposite side by adjacent side. Cot theta equal to adjacent side by opposite side. എഴുതി കഴിഞ്ഞില്ലേ മക്കളെ? വേറൊരു ഷോർട്ട് കട്ട് ഐഷ കേട്ടോ? ഐഷ ഇതുമായി കണക്റ്റഡ് ആവുന്ന ഏതെങ്കിലും ഷോർട്ട് കട്ട് കേട്ടിട്ടുണ്ടോ? ട്രയാങ്കിൾ വെച്ചിട്ടാണോ? അല്ല, ഈ സൈൻ കോസ് ടാൻ ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ഷോർട്ട് കട്ട്? സൈൻ കോസ് ടാൻ വെച്ചിട്ട് ഏതെങ്കിലും ഷോർട്ട് കട്ട് കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. ചിന്മയി, ചോദ്യം കൂടി പറയോ? സൈനും കോസും ടാനും കണക്റ്റഡ് ആവുന്ന ഫോർമുല വെച്ചിട്ട് ഏതെങ്കിലും ഷോർട്ട് കട്ട് റിസൾട്ട് കഴിഞ്ഞ വർഷം കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദ്യം. പറഞ്ഞോ. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നൊക്കെ പറഞ്ഞിട്ടാണോ? ഓക്കേ, അത് സ്റ്റാൻഡേർഡ് റിസൾട്ട്. ഓക്കേ, അത് സ്റ്റാൻഡേർഡ് റിസൾട്ട്. വെരി ഗുഡ്. അത് സ്റ്റാൻഡേർഡ് റിസൾട്ട്. നിങ്ങൾ നോട്ട് ബുക്കിൽ നോട്ട് എഴുതിയിട്ട് ഇതൊന്ന് എഴുതി വെക്കുക കേട്ടോ. നോട്ട് എഴുതിയിട്ട് ഞാൻ പറയുന്ന ഈ കാര്യം ഒന്ന് എഴുതി വെക്കുക. സോക്കാട്ടോ, 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 സോക്കാട്ടോ. സോ എസ് റെപ്രസെന്റഡ് ആസ് സൈൻ. സോ എന്ന് പറഞ്ഞപ്പോ എന്താ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സോ സൈൻ എസ് സൈൻ. Sine opposite side by hypotenuse. C represented as cos. Ka adjacent side by. T represented as a tan.
എപ്പോഴും ചില പിള്ളേർ പറയുന്ന പോലെ ടാൻ. ടോ എന്ന് പറയുമ്പോൾ ടോ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സൊക്കാട്ടോ റിമിത കേട്ടിട്ടുണ്ടോ? റിമിത? നോ സർ. സൊക്കാട്ടോ റൂള് നോട്ടായിട്ട് സോക്കാട്ടോ മനസ്സിൽ കൊണ്ടുവന്നാൽ മതി. സോക്കാട്ടോ സോ എസ് സോ അല്ലെ സമൂസ അല്ലെ സമൂസ എസ് സൈനാണ് സമൂസ ചുമ്മാ പറഞ്ഞാണ് അല്ലെ സമൂസ എസ് സമൂസ ഒക്കെ കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവും നമുക്ക് അല്ലെ. സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്. കാ എന്നാണ് പറഞ്ഞത് കാ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്. ടോ എന്ന് പറയുന്നത് നമ്മള് ടോ എന്ന് പറയുമ്പോൾ ടാൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. സൊക്കാട്ടോ റൂള് അപ്പോ അത് മറക്കരുത്. സൊക്കാട്ടോ മനസ്സിനകത്തുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്, അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്യൂസ്, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ഒക്കെ നമ്മുടെ മനസ്സിനകത്തേക്ക് പടപടാന്ന് കയറി വരും. അശ്വന്ത് കേട്ടിട്ടുണ്ടോ പോലെ ഇത്? അശ്വന്ത്? ഞാൻ ഇതല്ല കേട്ടിട്ടുള്ളേ, പറഞ്ഞോ. ഹിന്ദിയില് വേറെയൊക്കെ ഉണ്ട്. മലയാളമായി പോയി. ഹിന്ദി നീ പറഞ്ഞു ഹിന്ദി ഒന്ന് കേട്ടോട്ടെ, എനിക്ക് പഠിക്കാലോ. പറഞ്ഞോടാ ഹിന്ദി. അത് പറഞ്ഞൊന്നും മനസ്സിലാവൂല. പറഞ്ഞോടാ ഹിന്ദിയിൽ തന്നെ പറയ്. അയ്യോ നിക്കട്ടെ, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തായിരുന്നു കറക്റ്റ് ആയിട്ട്. ഞാൻ എഴുതി നോക്കട്ടെ. കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, അടുത്ത ദിവസം ഹിന്ദിയിൽ പറഞ്ഞാൽ മതി. ഞങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ ഹിന്ദിയൊക്കെ കേൾക്കാനായിട്ട്. ഇപ്പൊ വേണമെന്നില്ല കേട്ടോ അശ്വന്ത്. നാളേക്ക് നോക്കിയെടുത്താ മതി, പഴയ പുസ്തകം ഹിന്ദി നാളേക്ക് നോക്കിയെടുത്തിട്ടേ ഹിന്ദി ഞങ്ങളൊന്നും അറിയട്ടെ. റിമിതൊക്കെ ഹിന്ദി കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഐഷയ്ക്ക് ഹിന്ദി കേൾക്കാൻ ആഗ്രഹമില്ലേ? ഐഷ ആഗ്രഹമുണ്ട് കണ്ട. അപ്പൊ അശ്വന്ത് നാളേക്ക് റെഡി ആയിക്കോട്ടാ. റെഡിയാണ് ആൾക്കാർ ഹിന്ദി കേൾക്കാനായിട്ട്. അത് ഈ ചെറിയ ക്ലാസ്സില് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഈ പല പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അതാണ് അവൻ ഹിന്ദി കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. കേട്ടിട്ടുണ്ടാവും അവൻ. ശ്രദ്ധിക്കാം. ലിസൺ. സൊക്കാട്ടോ റൂൾ കേട്ടോ. അപ്പൊ മറക്കണ്ട. സൊക്കാട്ടോ എസ് സൈൻ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. സി റെപ്രസെന്റഡ് ആസ് കോസ് അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടോ എന്ന് പറയുന്നു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ഒരു കാരണവശാലും ഈ ക്ലാസ്സിലെ ഒരു കുട്ടിയും സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും തെറ്റിക്കാൻ പാടില്ല. സൈൻ തീറ്റയുടെ അവിടെ റെസിപ്രോക്കൽ ആയിട്ട് നമ്മൾ പറയുന്നു. മലയാളം 10ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് സിലബസ് പഠിച്ച ആൾക്കാര് മനസ്സിലാക്കുക കൊസിക് തീറ്റ, സീക്ക് തീറ്റ, കോട്ട് തീറ്റ എന്നുള്ള ട്രിഗണോമെട്രിക് റേഷ്യോസ് കൂടി നമ്മുടെ ഈ ട്രിഗണോമെട്രിക് റേഷ്യോ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് അവർ ഉണ്ടാക്കിയെടുക്കുക. There are 6 trigonometric ratios. There are 6 trigonometric ratios are represented as sin theta, cos theta, tan theta, cosec theta, sec theta, cot theta എന്നുള്ള കാര്യം നമ്മളുടെ മനസ്സിനകത്ത് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പഠിക്കാൻ തുടക്കം തന്നെ നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് പഠിച്ച് പോവുകയാണ്. അശ്വന്ത് കിട്ടിയാ? കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഹിന്ദി ക്ലാസ്സിലേക്ക് പോവാം. ഇപ്പൊ ഇത് എഴുതിയിട്ടില്ലേ SOH അങ്ങനെയല്ല എഴുതിയേക്കണത്. ഇതിനകത്ത് ഞങ്ങൾ എഴുതണത് PHHB, മോളില് PV. സാർ ചെയ്തോ അവിടെ? ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ പണിയായില്ല? എനിക്ക് പണി കിട്ടില്ല. ഇല്ല, വേഗം കഴിയും. ഹിന്ദി അല്ല, PVP താഴെ HHB. ഈ PH പെർപെൻഡിക്കുളും അതാണ് താഴത്തെ മുകളിലത്തെ താഴത്തെ ഹൈപ്പോട്ടേനിയസും അതാണത്. പെർപെൻഡിക്കുലർ ഹൈപ്പോട്ടേനിയസ് ബേസ് അതാണ്. അപ്പൊ ഈ കോസ്റ്റീറ്റ വാല്യൂ ആണത് B/H. ഞാൻ വിചാരിച്ചു ഹിന്ദി വേർഡുകളായിരിക്കും. ഇംഗ്ലീഷ് പോയിട്ട് ഹിന്ദിയാണ്. അല്ല, ഹിന്ദിയിൽ ഇത് ഓർമ്മയ്ക്ക് വെക്കാൻ വേണ്ടി ഒരു പറയും ഇങ്ങനെ ഷോർട്ട്, ഇതിന്റെ ഫുൾ ഫോം പറയും. അപ്പൊ കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ചാപ്റ്ററിന്റെ മിഡിൽ ഭാഗത്തു നിന്നാണ് നമ്മൾ ഇപ്പോ എടുക്കുന്നത്. സ്റ്റാൻഡേർഡ് റിസൾട്ട് കാരണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രിഗണോമെട്രിയുടെ
കാര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് ഒക്കെ പഠിക്കേണ്ടത് വരും. അതിന്റെ പ്രൂഫ് ഒന്നും പഠിക്കണ്ട. അതിന്റെ പ്രൂഫ് പഠിക്കണം എന്നുള്ള ആൾക്കാർ NCERT ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മതി. പ്രൂഫ് പഠിക്കണ്ട എന്നാണ് എല്ലാ സിലബസുകാരും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആ റിസൾട്ട് ഒന്ന് പഠിക്കാം കേട്ടോ. ആ റിസൾട്ട് ഒന്ന് നോക്കാം. സ്റ്റാൻഡേർഡ് റിസൾട്ട്സ് എന്ന് എഴുതാം. sin x plus y, sin x plus y. അങ്ങനെ വേണമെങ്കിൽ ഹെഡിങ് ഇട്ടുള്ളൂ. ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഓഫ് സം ആൻഡ് ഡിഫറൻസ് ഓഫ് ടു ആംഗിൾസ്. trigonometric functions of sum and difference. Trigonometric functions of sum and difference. Trigonometric functions of sum and difference of two angles. Sum and difference of two angles. Trigonometric functions of sum and difference of two angles. Sin x plus y. 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 Sin x cos y. Sin x cos y. ഇവിടെ x വരുമ്പോൾ ഇവിടെ y കേട്ടാ. Sin x cos y plus cos x sin y. Cos x sin y. Sin x plus y. Sin x cos y plus, ശ്രദ്ധിക്കണം, പ്ലസ് ഇവിടെ പ്ലസ് വന്നപ്പോൾ ഇവിടെ പ്ലസ്, sin x ഇവിടെ cos x. Sin x cos y plus cos x sin y. Sin x minus y. Sin x minus y. Sin x cos y minus sin x cos y minus cos x sin y. Cos x sin y. ശ്രദ്ധിക്കുക, ഇവിടെ മൈനസ് വരുമ്പോൾ ഇവിടെ മൈനസ്, ഇവിടെ പ്ലസും ഇവിടെ മൈനസും തമ്മിലുള്ള വ്യത്യാസമൊന്നുമില്ല. sin x cos y മൈനസ്, ഇത് ശ്രദ്ധിക്കണം കേട്ടോ, ഇവിടെ sin x ആണ്, അപ്പൊ ഇവിടെ വരുമ്പോൾ cos x ആണ്. cos x മാറി വരും, മിക്സ് ആയിട്ട് വരും. ഇനി cos x plus y, അത് മിക്സ് ആവില്ല, ജെന്റിലാണ്. cos x plus y. Cos x plus y becomes cos x cos y. Cos x cos y. ഇവിടെ പ്ലസ് ആണ് വന്നിരിക്കുന്നത്, ഇവിടെ പ്ലസ് ആണ് വരുന്നത്. അപ്പൊ ഈ സ്റ്റാൻഡേർഡ് ഫോർമുല പറയുന്നത് ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ മൈനസ് ആയി. cos x plus y ലെ cos x cos y മൈനസ് sin x sin y മൈനസ് sin x sin y. ഇനി ശ്രദ്ധിക്കേണ്ട റിസൾട്ട് cos x minus y. Cos x minus y. Cos x cos y മൈനസ് മാറി പ്ലസ് ആയി, മൈനസ് മാറി പ്ലസ് ആയി, പ്ലസ് sin x sin y. അതായത് ഇവിടെ മൈനസ് വരുമ്പോ കോസിന്റെ ഇതിൽ പ്ലസ് ആവും. cos x cos y പ്ലസ് sin x sin y. cos x minus y cos x plus y മിക്സ് അല്ല. cos x minus y cos x plus y മിക്സ് അല്ല. മിക്സ് അല്ല എന്ന് പറയാൻ കാരണം എന്താ? വേണ്ട, cos x cos y ഇങ്ങനെ sin x cos y അങ്ങനെ മിക്സ് വരില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ പ്ലസ് വരുമ്പോൾ ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ് വരുമ്പോൾ ഇവിടെ പ്ലസ് ആണ്. അടുത്തത് sin x plus y equal to sin x cos y plus cos x sin y plus cos x sin y. sin x minus y എന്ന് പറയുന്നത് sin x cos y minus cos x sin y. cos x plus y എന്ന് പറയുന്നത് cos x cos y minus sin x sin y. cos x minus y എന്ന് പറയുന്നത് cos x cos y പ്ലസ് sin x sin y എന്നുള്ള വളരെ വേണ്ടപ്പെട്ട 4 റിസൾട്ടുകളാണ്. ഒരു 2 times or 3 times എഴുതി പഠിക്കണം. ഇതൊക്കെ എപ്പോ ചോദിച്ചാലും നമ്മൾ sin square x പ്ലസ് പരീക്ഷ പറയണ്ടായി. sin square x പ്ലസ് cos square x equal to 1 എന്ന് പറഞ്ഞു എന്ന് പഠിച്ച പോലെ തന്നെ ഏതുറക്കത്തിൽ ചോദിച്ചാലും ഈ 4 റിസൾട്ട് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കണം. അപ്പൊ എല്ലാവരും അവിടെ ഇരുന്ന് തന്നെ ഈ 4 റിസൾട്ട് ആദ്യമായി കേൾക്കുന്ന കുട്ടികളാണ്. ഒരു 5 times ഇപ്പൊ തന്നെ എഴുതി പഠിക്കാം. ഒരു 5 times. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്, ഐ എം ഹെൽപ്ലെസ്.
സൈൻ എക്സ് പ്ലസ് വൈ, സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ. ഇതിനെ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈ റിസൾട്ടുകളൊക്കെ നമ്മളുടെ മനസ്സിനകത്ത് ഉണ്ടാവണം. കുറച്ച് റിസൾട്ട് ഉള്ളൂ കേട്ടോ പഠിക്കാനായിട്ട്. അപ്പൊ ഇതൊക്കെ ഒന്ന് പഠിക്കണം. ഒന്ന് എഴുതി പഠിച്ചോളൂ, ഇപ്പൊ തന്നെ എഴുതി പഠിച്ചോളൂ. പിന്നെ എല്ലാ ദിവസവും ചോദ്യം ചോദിക്കാം. അപ്പൊ ചോദ്യം ചോദിക്കുമ്പോൾ കിട്ടാത്ത കുട്ടികൾക്ക് ഇമ്പോസിഷൻ ഒക്കെ എഴുതി പഠിക്കാലോ. അപ്പൊ ഇപ്പൊ ഒന്ന് പഠിച്ചോളൂ. അപ്പൊ അടുത്ത മാത്സ് ക്ലാസ്സിൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസവും ട്രിഗണോമെട്രീനെ ബേസ് ചെയ്തിട്ടുള്ള റിസൾട്ടുകളുടെ ചോദ്യം ഉണ്ടായിരിക്കും. അപ്പൊ എഴുതാട്ടോ. 5 ടൈംസ് എഴുതുന്നില്ലേ? റിമിത, Yes, sir. ഇതൾ പ്രദീപ്, കൃഷ്ണ പ്രദീപ്, ഭദ്ര പി ബി, ഭദ്ര Yes, sir. എഴുതാം. ഏഞ്ചൽ സ്റ്റീഫൻ, ഏഞ്ചൽ Yes, sir. എഴുതാം മോളെ. അനുഗ്രഹ സഞ്ജയ്, അനീന വി, അനീമ. ശരിക്കും എഴുതാൻ മാത്രമല്ല കേട്ടോ, നന്നായിട്ട് അങ്ങ് പഠിക്കണം അത്. അംന, അൽഫിദ, അനഗ പി എസ്, അനീന വി, അനുരാഗ്, അർച്ചന, അർജുൻ, അരുണിമ കെ കെ, അരുണിമ കെ എസ്, അശ്ലിൻ, അശ്വന്ത്, അശ്വിൻ ബിജു, ആതിര, അവന്തിക സുമോത്, ഐഷ എ എസ്, എഴുതാല്ലേ? അഭയ് കൃഷ്ണ, അഭയ്, ഭദ്ര, ഇതൾ, ഫാരിസ് നിഷ. എഴുതാല്ലേ? റിസൾട്ട് എഴുതാല്ലേ ഫാരിസ്? ഫാരിസ് മോൻ ഇന്നലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? ഞാൻ എല്ലാ ക്ലാസ്സിലും ഉണ്ടായി. ഓക്കെ, വെരി ഗുഡ്. ഹജാര, ഹരിത, ഹസ്ന, ജയശങ്കർ, ജീവൻ, ജിസ്മി, ജിസ്ന, കീർത്തന, അനിൽ. ഓക്കെ, കൃഷ്ണ, സുനിൽ, കൃഷ്ണ പ്രദീപ്, ലക്ഷ്മി, അഭിഷേക്, മരിയ ജെയിംസ്, മിൻഹ, നവീൻ, നയന, നീതു, നിഫ്സിയ, നിഖിൽ രാജ്, നിഷ, നിയ എം, അഷ്റഫ്, Yes, sir. ഭാരതി, പവിത്ര, പൗർണമി, രാജ്കൃഷ്ണ, രാജേന്ദ്ര, Yes, sir. റിസാന, സഹല, സജില, ഫാത്തിമ, സന, ES, ശിവ, പാർവതി, ശിവാനി, വസുധേവ്, വിവേക്, വൃന്ദ, വിഷ്ണു. യെസ്. അപ്പോ ഇത് വെച്ചിട്ടുള്ള എല്ലാവരും എഴുതിയോ മക്കളെ? എല്ലാവരും എഴുതിയോ? ആദ്യത്തെയും എയും എഴുതി കഴിഞ്ഞോ? 5 ടൈംസ്? ഇല്ല സാർ, എഴുതിക്കൊണ്ടിരിക്കുക. ആരോൺ ആന്റണി? ഒരു പ്രാവശ്യം കൂടെ ഉണ്ട് സാറ്. ആയിക്കോട്ടെ, പതുക്കെ മതി. പഠിച്ചെടുക്കുന്നതിനാണ് കാര്യം കേട്ടോ. പഠിച്ചെടുക്കണേ. സർ കഴിഞ്ഞു. ഓക്കെ. ഒരു പ്രോബ്ലം നമുക്ക് ശ്രദ്ധിക്കാം. ലിസൺ. ഒരു ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളൊക്കെ വരിക എന്ന് നോക്കാം. ശ്രദ്ധിക്കാം. Prove that sin x plus y by sin x minus y equal to sin x plus y by sin x minus y equal to tan x plus tan y divided by tan x minus tan ശ്രദ്ധിച്ചിരിക്കട്ടെ മക്കളെ. LHS sin x plus y യുടെ റിസൾട്ട് LHS equal to sin x plus y sin x cos y plus cos x sin y divided by sin x cos y minus cos x sin minus cos x sin sin x cos y plus cos x sin y divided by sin x cos y minus cos x sin y. ഇതുവരെ ഓക്കെ അല്ലേ? ആ റിസൾട്ട് ചുമ്മാ എഴുതിയിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഇതുവരെ ഓക്കെ അല്ലേ? ആ റിസൾട്ട് ചുമ്മാ എഴുതിയിട്ടുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല.
ആ റിസൾട്ട് അങ്ങ് ചുമ്മാ എഴുതി വെച്ചേക്കാം. അപ്പൊ ഇനി RHSലേക്ക് കടക്കണമെങ്കിൽ ഇവിടെ ഒരു ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ അല്ലെ. ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. ഉത്തരമാണെങ്കിൽ ടാനുമാണ്, ഉത്തരമാണെങ്കിൽ ടാനുമാണ്. അറിയാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടാൻസിന്റെ ഒരു കോഷ്യൻ ഫോം ഉണ്ട്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇങ്ങനെ ഒരു സംഭവം 10th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ടാവും. ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ടാൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. ഇങ്ങനെ ഒരാള് നമ്മള് 10th ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ടാൻ തീറ്റ കോഷ്യന്റ് ഫോം എന്ന് പറയും. അപ്പൊ നമ്മള് ഇവിടെ RHSലേക്ക് നോക്കിയപ്പോ നമുക്ക് ഫീൽ ചെയ്തത് ആൻസറുകളെല്ലാം ടാനിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ സൈൻ ബൈ കോസിനാണ് ചാൻസ് കൂടുതൽ. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല, പുതിയ ആൾക്കാരെ നമ്മൾ സൃഷ്ടിച്ചേ പറ്റൂ അല്ലെ, ആൻസർ കിട്ടണം. അപ്പൊ പുതിയ ആളുകളെ നമ്മൾ കൊണ്ടുവരണം. സൈൻ ബൈ കോസ് ആണ് ടാനിലേക്ക് എത്താനുള്ള ഏക മാർഗം എന്ന് നമുക്കറിയാം. അപ്പൊ ഡിവൈഡിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കേട്ടോ. ഡിവൈഡിങ് ദി ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ഫുൾ എഴുതിക്കോളൂ, ഞാൻ സ്പേസിലാക്കാൻ അവിടെ എഴുതി. ഡിനോമിനേറ്റർ ബൈ cos x cos y we get. Cos x cos y we get. Dividing the numerator and denominator. Dividing the numerator and denominator by cos x cos y we get. Cos x cos y. Cos x cos y എടുത്തപ്പോ dividing the numerator and denominator by cos x cos y we get sin x cos y divided by cos x cos y. ഓരോ ടേമിലേക്കും വേണ്ട പ്ലസ് cos x sin y divided by cos x cos y. ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എന്നല്ലേ പറയുന്നത്, ഡിവൈഡിങ് ദി ന്യൂമറേറ്റർ. sin x cos y by cos x cos y minus cos x sin y divided by cos x cos y. Cos x cos y. Then your answer is equal to, ഇവിടെ ഈ cos y യും അങ്ങ് ക്യാൻസൽ. sin by cos tan x സ്പേസ് ഇല്ലാത്ത ഇവിടെ എഴുതാം കേട്ടോ. tan x പ്ലസ് cos x cos y ക്യാൻസൽ. sin by cos y tan x plus tan y divided by cos y cancel. sin by cos tan x minus cos x cancel. sin y by cos y tan x plus tan y by tan x minus tan y. LHS equal to RHS. Hence the LHS equal to RHS. Hence the ശ്രദ്ധിക്കാം. LHS equal to RHS. Hence once again listen. LHS equal to sin x plus y. Sin x plus y result is sin x cos y plus cos x sin y divided by sin x cos y minus cos x sin y. അടുത്ത ഒരു സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് RHS നമ്മൾ നോക്കിയപ്പോൾ tan x plus tan y by tan x minus tan y ആണ്. അപ്പൊ നമുക്ക് ഫീൽ ചെയ്തു അത് ടാനിലേക്ക് മാറണം എന്ന്. But tan theta equivalent ആണ് sin theta by cos theta. Tan theta equivalent ആണ് sin theta by cos theta. Dividing the numerator and the denominator by cos x cos y. Dividing the numerator and the denominator by cos x cos y. അപ്പോൾ എല്ലാവിടത്തെയും ഡിവിഷൻ ചെയ്യണം നോക്കൂ. sin x cos y divided by cos x cos y plus cos x sin y divided by cos x cos y divided by sin x cos y by cos x cos y minus cos x sin y by cos x cos y. cos y cancel ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്തു. sin x by cos x tan x എന്ന് കിട്ടി plus cos sin y by cos y tan y എന്ന് കിട്ടി. sin x by cos x again tan x minus tan y.
LHS equal to RHS, hence the proof എന്ന് കിട്ടി. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? Yes, sir. Yes, sir. Yes, sir. ഓക്കെ, ഒന്ന് വിലയിരുത്തിയതിനെ ഒരു പ്രാവശ്യം കൂടി എഴുതിക്കോളൂ. ഒറ്റ പ്രാവശ്യം കൂടി എഴുതിക്കോളൂ. ഒറ്റ പ്രാവശ്യം കൂടി എഴുതാം. ഒറ്റ പ്രാവശ്യം കൂടി എഴുതാം. കാരണം എഴുതിയെടുക്കാൻ പറഞ്ഞ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. സ്പീഡിൽ പോയാൽ നിങ്ങൾക്ക് പണി കിട്ടും. അതുകൊണ്ട് ഒറ്റ പ്രാവശ്യം കൂടി എഴുതാ. മനസ്സിരുത്തി ഒറ്റ പ്രാവശ്യം കൂടി നോട്ട്ബുക്കിലേക്ക് പകർത്തിയെടുക്കുക. ക്ലിയർ അല്ലേ? ഒന്ന് ആവേശത്തോടു കൂടി പറയാൻ പറ്റുമോ? ക്ലിയർ ആണോ അല്ലയോ എന്ന്? Yes, sir. Yes, sir. Yes, sir. Yes, sir. Yes, sir. ഓക്കെ, ട്രിഗണോമെട്രി നല്ല എളുപ്പമുള്ള ചാപ്റ്റർ ആണ് +1 കേട്ടോ. റിസൾട്ട്സുകൾ ഭംഗിയായിട്ട് പഠിക്കാം, അത്രേ ഉള്ളൂ. റിസൾട്ട് ഭംഗിയായിട്ട് പഠിക്കാം. ഓക്കെ ആണോ? ഓക്കെ ആണോ? കഴിഞ്ഞ മക്കളെ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയോളൂ. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ് നമ്മൾ. ആ റിസൾട്ട് ഒരിക്കൽ കൂടി പഠിച്ചോളൂ കേട്ടോ. റിസൾട്ട് ഇപ്പൊ നിങ്ങൾ തുടക്കക്കാരാണ്, അപ്പൊ റിസൾട്ടിൻ്റെതായിട്ടുള്ള പ്രയാസങ്ങള് ഉണ്ടാകും. അപ്പൊ ആ റിസൾട്ട് ഒരിക്കൽ കൂടി പഠിക്കാം. സർ, യെസ്, ലീവ് ചെയ്തോട്ടെ, ഇപ്പൊ ക്ലാസ് ഉണ്ട്. ക്ലാസ് ഉണ്ടല്ലേ? മിനിഹല്ലേ? മിൻഹയാണ്. ഓക്കെ, മിനിഹ ഇപ്പൊ സ്കൂളിൽ ഏത് ചാപ്റ്റർ എടുക്കണേ? ഇപ്പൊ സ്കൂളില് സ്ട്രെയിറ്റ് ലൈൻസ് എടുക്കണ്ട്, പിന്നെ എന്താ സീക്വൻസസ് എടുക്കണ്ട്. എളുപ്പല്ലേ? എളുപ്പം. ഒന്നുമില്ല അല്ലേ? സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ സിമ്പിൾ അല്ലേ? സ്ലോപ്പ് ഒക്കെ അല്ലേ? കോർഡിനേറ്റ് ജോമെട്രിയുടെ പോലെ. കിട്ടോ? ശരി പറഞ്ഞോ. സ്ലോപ്പിന്റെ ഫോർമുല സ്ലോപ്പിന്റെ y2 - y1 / x2 - x1. മെഡിക്കേട്ടാ പോയിക്കോളൂ കേട്ടോ. ഓക്കെ സർ. കഴിഞ്ഞില്ലേ? അഭിനവ് AM? Yes, sir. ഓക്കെ, ശ്രദ്ധിക്കാം. റിസൾട്ട് നിങ്ങൾ എന്ത് ഇതുണ്ടെങ്കിലും റിസൾട്ട് നിങ്ങൾ പഠിച്ചെടുക്കണം കേട്ടോ. റിസൾട്ട് പഠിച്ചു. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. ഇനി കുറച്ച് റിസൾട്ട് കൂടിയുണ്ട്. ആ റിസൾട്ട്സുകള് ഒന്ന് എഴുതിയെടുത്തോളൂ. അപ്പോ നമുക്ക് ഇനി പറയാനുള്ള റിസൾട്ടുകളൊക്കെ കണ്ട് പേടിക്കേണ്ട കാര്യമില്ല, പതുക്കെ പതുക്കെ പഠിച്ചെടുക്കാവുന്നുള്ളൂ കേട്ടോ. sin 2x എഴുതിക്കോളൂ. വീണ്ടും റിസൾട്ട്സ് എഴുതിക്കോളൂ. sin 2x രണ്ട് റിസൾട്ട് ഉണ്ട്. അത് ഡിപ്പെൻസ്, സാഹചര്യത്തിനനുസരിച്ച് നമ്മളുടെ സ്വഭാവം മാറുന്നുള്ളത് തന്നെയാണ്. sin 2x വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ് 2 sin x cos x. എപ്പോ ചോദിച്ചാലും കിട്ടണം sin 2x, 2 sin x cos x. അതുപോലെ തന്നെ sin 2x മറ്റൊരു റിസൾട്ട് ആണ് ടാനുമായി കണക്റ്റഡ് ആകുന്ന റിസൾട്ട് 2 tan x by 1 plus tan square x. 1 plus tan square x. ഇതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അതിനനുസൃതമായിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് തരിക. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലായിക്കോളും. അപ്പൊ sin 2x എന്ന് പറയുന്നത് 2 sin x cos x ആണ്. sin 2x equal to 2 tan x by 1 plus tan square x. റിയലി സോറി, ഒരു 5 times വീണ്ടും ഒന്ന് എഴുതി പഠിക്കണം. എന്നോട് ദേഷ്യം തോന്നരുത്, കാരണം റിസൾട്ട്സ് എഴുതി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഓർമ്മയിൽ തങ്ങി നിൽക്കുകയുള്ളൂ. അപ്പോൾ sin 2x equal to 2 sin x cos x, sin 2x equal to 2 tan x by 1 plus tan square x ഒന്ന് എഴുതിയിട്ടുള്ളൂ കേട്ടോ. എല്ലാവരും ഒരു 5 times ഒന്ന് എഴുതി. ആയിക്കോട്ടെ. അപ്പൊ sin 2x 5 times എഴുതാൻ പറഞ്ഞു. ഇനി cos 2x 4 വേണ്ടപ്പെട്ട റിസൾട്ടുകൾ. cos 2x 4 വേണ്ടപ്പെട്ട റിസൾട്ടുകളാണ്. cos 2x equal to cos square x minus sin square x. ഒന്നാമത്തെ റിസൾട്ട് cos 2x equal to മറ്റൊരു റിസൾട്ട് 2 cos square x minus 1. ഞാൻ പറഞ്ഞു ഇപ്പൊ ചിലർക്ക് ഡൗട്ട് ആവും, കുറെ റിസൾട്ട് ഉണ്ടല്ലോ. അതൊക്കെ സാഹചര്യത്തിനനുസരിച്ച് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. cos 2x equal to 1 minus 2 sin square x. ഒരെണ്ണം കൂടി ഉണ്ട്, സ്പേസ് ഇല്ലാത്തതാണ്, ഞാൻ ഇവിടെ എഴുതാണ്. cos 2x equal to
cos 2x equal to 1 minus the tan square x by 1 minus the tan square x by 1 plus the tan square x. Cos 2x equal to 1 minus the tan square x by 1 plus the tan square x. Cos 2x equal to cos square x minus sin square x. Cos 2x equal to 2 cos square x minus 1. Cos 2x equal to 1 minus 2 sin square x. Cos 2x equal to 1 minus tan square x by 1 plus tan square x. 1 minus tan square x by 1 plus tan square x. എഴുതിയോ? അതും എഴുതണം. എഴുതിയോ മക്കളെ? എഴുതിയോ? ഇതൊക്കെ പഠിച്ചിട്ട് വരണം കേട്ടോ അടുത്ത ക്ലാസ്സിലേക്ക്. എഴുതുന്നില്ലേ മക്കളെ? എഴുതുന്നില്ല? അവന്തിക, സുമോത്, ഐഷ, ഐഷ, ഐഷ AS, 2 ഐഷകളുണ്ട്. ഐഷ AS. ഓക്കെ, ഗുഡ്. 2 അരുണിമമാരുണ്ട്. അരുണിമ 2 പേരുണ്ട്. പവിത്ര 2 പേരുണ്ട്. പവിത്ര. പൗർണമി ഒറ്റ ആളേ ഉള്ളൂ. പൗർണമി എഴുതുന്നുണ്ടോ? പൗർണമി ഇതൊക്കെ പഠിക്കണം കേട്ടോ. കൃത്യമായിട്ട് പഠിക്കണം. ഇരുന്ന് കൃത്യമായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കണം. ക്ലാസ് ലീവ് ചെയ്തോട്ടെ? ആയിക്കോട്ടെ. ആരാണോ? നിഖിൽ രാജ്. ഓക്കെ, നിഖിൽ രാജ്. ഓക്കെ, ഓക്കെ അല്ലേ? എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞോ മക്കളെ? എഴുതി കഴിഞ്ഞോ? ആരോൺ, അഭിരാം, അഭിനന്ദന, അഭിനവ് AM, ആദിദേവ് TJ. കുറച്ചുകൂടി ഉണ്ട്. ആദിദേവ് TJ. ഓക്കെ, പഠിക്കണം കേട്ടാ. എല്ലാവരോടും പറയാനുള്ള കാര്യം, ഈ റിസൾട്ട് അങ്ങ് പഠിച്ചാലാണ്. നേരത്തെ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തില്ലേ, അതുപോലെ ഈ റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതുപോലെ പ്രോബ്ലം ചെയ്യാനായി സാധിക്കുകയുള്ളൂ. അതുപോലെ പ്രോബ്ലം ചെയ്യാനായിട്ട് നമുക്ക് സാധ്യമാകണമെങ്കിൽ ഈ റിസൾട്ടിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള അവയർനെസ് ഉണ്ടായിരിക്കണം. റിസൾട്ട് പക്ക പെർഫെക്റ്റ് ആയിരിക്കണം. ശ്രദ്ധിക്കുക. ഒറ്റ കാര്യം പറയട്ടെ, ഒറ്റ കാര്യം. അപ്പോ ഈ റിസൾട്ട് എല്ലാവരും എഴുതി പഠിച്ചാൽ മതി. നാളത്തേക്ക് അടുത്ത മാത്സ് ക്ലാസ്സിലേക്ക് റെഡി ആവാം. sin x plus y, sin x minus y, cos x plus y, cos x minus y, ആ 4 റിസൾട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസിൽ ഒരു പ്രോബ്ലം നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും റിസൾട്ട് എഴുതാണ്ടായി. sin 2x-ന്റെ 2 റിസൾട്ടും cos 2x-ന്റെ 4 റിസൾട്ടും നമ്മൾ എഴുതി. നിങ്ങൾ അത് അടുത്ത ക്ലാസ്സിലേക്ക് പെർഫെക്റ്റ് ആയി പഠിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും കുറച്ച് റിസൾട്ടുകളുണ്ട്. പ്രോബ്ലംസ് നല്ല രസമാണ്. റിസൾട്ട് അറിയാമെങ്കിൽ പടപടാന്ന് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നിങ്ങൾ റിസൾട്ടുകളൊക്കെ എഴുതി ഭംഗിയിൽ എഴുതി നല്ല സന്തോഷത്തോടുകൂടി ആസ്വദിച്ച് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് പഠിക്കാനായിട്ട് അടുത്ത ക്ലാസ്സിലേക്ക് തയ്യാറാവാം. അപ്പൊ അതുവരെ നമുക്ക് തൽക്കാലം നിർത്താം. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.